إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن تعذبهم فإنهم عبادك وإن تغفر لهم فإنك أنت العزيز الحكيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم نبی کا نام لیتے ہیں دل کو سکون ملتا ہے ان کی یاد میں ہر غم چھپ جاتا ہے نہ بن سکے گی نہ بن سکے گا مثال تیری صلی اللہ علیہ وسلم جواب تیرا صلی اللہ علیہ وسلم جو ان کے عشق میں فنا ہو جائے وہی دل مدینے کو پا جائے എങ്കിലും എല്ലാരും മക്കം കണക്കല്ലേ
അതുകൊണ്ട് ഉമ്മ ബർത്ത്ഡേക്ക് ഫാഷന്റെ പിറവില് പോയിട്ട് കിട്ടിയ പേര് ഗൂഗിളിൽ സെർച്ച് ആക്കിയിട്ട് ഏതാ ഒരു യഹൂദിരെ ചാർട്ട് നോക്കിയിട്ട് നിങ്ങളെ മക്കൾക്ക് അതാ പുതിയ പേര് വെച്ചിട്ട് നിങ്ങളെ മക്കളെ ഫ്യൂച്ചർ ഹലാക്കാക്കിരണ്ട ഉമ്മ, നിങ്ങളെ മക്കളെ ഫ്യൂച്ചർ ബെടക്കാക്കിരണ്ട ഉമ്മ. നിങ്ങളെ മക്ക നല്ല തെറുകു പറണ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കാട്ടിത്തന്ന തെറുയില്ലേ, ആ തെറുകു നിങ്ങളെ മക്ക പറണ. ആ നിങ്ങളെ മക്കു നല്ല പേര് ബൈക്കൊരു, ഔലിയാക്കന്മാരെ പേര് സെലക്ട് ആക്കൊരു, സ്വഹാബത്തറെ പേര് സെലക്ട് ആക്കൊരു. ഒമാനിൽ പോയി നോക്കിയെങ്കിൽ ചെമ്മ മക്കളെ പേര് മാസിൻ മാസിൻ മാസീൻ. മുഞ്ഞാണ്ട് അവിടെ ഒരാള് കിട്ടിത്ത്, അയാള് മങ്ങിലായിട്ട് 4-5 വർഷമായിത്തൂല. അപ്പൊ ഞങ്ങൾ ഒട്ടിಗೆ സിയാറത്തേക്ക് ഞങ്ങൾ പോയ ഉസ്താദേ 4-5 വർഷമായിട്ട് മക്കായിട്ടില്ലേ. നാ ചൊന്ന ബണ്ട റബീഉൽ അവ്വൽ ബണ്ടദറ മുനോലു നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടണു. ഇൻഷാ അല്ലാഹ് ഒരു ആണക്കിടാവണു. ആ ആണക്കിടാവോ നിങ്ങളെ പിന്നെ പെത്തെങ്കിൽ മാസിൻ തങ്ങളെ മോണ്ട പേര് ബൈക്കാം. എന്തായിട്ടിക്കട് മാസിൻ റളിയല്ലാഹു അൻഹുടെ മോണ്ട പേര് ഹയ്യാൻ. ഹയ്യാന് ചൊന്നിട്ട് പേര് വയ്ക്ക. അപ്പൊ അയാൾ ചൊന്നു ഉസ്താദേ എല്ലാരും നണ്ടട്ട മാസിനിട്ട് ചൊന്നു, പക്ഷേ ഉസ്താദ് തെല്ല ഡിഫറന്റ് ആയിട്ട് ചൊന്നാറ് ഹയ്യാൻ. മാസിൻ തങ്ങളെ മോണ്ട പേരല്ലേ അത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നണ്ട പിഞ്ഞൈ പെത്തെങ്കിൽ സുറൂത്തത് ആണ് കിടാവായെങ്കിൽ ഉസ്താദ് ചൊന്ന പോലെ മാസിൻ തങ്ങളെ മോണ്ട പേര് വയ്ക്കിടേ. അത് കേട്ടപ്പ വലിയ സന്തോഷായിട്ട് എന്തി ഉമ്മമാരെ ഞാൻ ഇത് ചൊന്നോണ്ടുള്ളൂ. ഞങ്ങളെ മക്ക നല്ല മക്കാവണല്ലേ, ആ മഹാന്മാരെ പൊരുത്ത വേണു. ഇക്കട്ട് നാ ചൊന്ന വിഷയം മറക്കണ്ട. ആ മാസിൻ റളിയല്ലാഹു അൻഹു അതാ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളട്ട ചൊല്ലു, നബിയേ നണ്ട റായത്തങ്ങു തങ്ങ ദ്വാർന്നിട്ടായിത്തല്ലേ ഇനി നക്കൊന്നു ദ്വാർക്കൊരു നബിയേ. ഇനി നണ്ട വൈയക്തിക വിഷയത്ത് കൊന്നു ദ്വാർക്കൊരു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേട്ടിട്ട് മാസിൻ ഞാൻ നിങ്ങു എന്ത് ഗവേനായിട്ട് ദ്വാർക്കൊണു. അപ്പ മാസിൻ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, നബിയേ നന്റെ ജീവന ചരിയ സമയില്ല നബിയേ. നാനിപ്പ തെരുതപ്പിയോണ്ട് നടന്നോണ്ടിന്ന് തങ്ങളെ കാണുമ്പോ ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. നോക്ക ഒരു സ്വലാത്ത് ചൊല്ലൊരു നോക്ക മദീനത്തേക്ക് സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. അല്ല മാസിനെ നിങ്ങൾക്ക് നാണ് എന്തുക ദ്വാർക്കണു. ഓ ബാലക്കറ തങ്ങളൊട്ടിക ഉള്ള പിർസൊന്നെങ്കിൽ റബീഉൽ അവ്വൽ 12 ബൈക്കട മേലെ നിന്നിട്ട് തുല്ലിയത് കൊണ്ടായില്ലലാ, പച്ചക്കൊടി പാർപാട്ടിയത് കൊണ്ടായില്ലലാ. അത് കണ്ണുകെട്ട പിർസലാ. കണ്ണുകെട്ട പിർസ മാത്രമേ ആവാല. നേരായ റിയൽ മഹബത്ത് വേണു, നേരായ പിർസ വേണു. ഇതറാർത്ത നബിദിന റാലി വേണ്ടാണ്ടല്ല, ജാത്തത്തുക പോക തീറാണ്ടല്ല, അതെല്ലാം വേണായത്. അതേ ടൈമിൽ അണ്ടത്തെ സുബി നിസ്കാരത്തുക പള്ളിക്ക് ജമാഅത്തുക വന്നിട്ട് നിസ്കരിക്കാത്ത ഓണു. കാലി 10 ഗಂಟೆയുടെ അതാ റാലിയിൽ മേല് ബൈക്കിടെ മേല് നിന്നിട്ട് പച്ചക്കൊടി പാർവാട്ടിയത് 6 വേനായിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുക വേനായിട്ടാ. അങ്ങനത്തെ നേരായ പിർസ നിന്റെ കൽബിൽ ഉണ്ടുണ്ടായെങ്കിൽ എന്തെല്ലാ അണ്ടത്തെ റബീഉൽ അവ്വൽ 12 സുബഹി ജമാഅത്തുക നിന്റെ റായത്തെ പള്ളില് നിന്റെ കാണാത്തതെന്തോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആമിന ഉമ്മ പെത്ത ടൈമല്ലേ അത്. തങ്ങളെ ആമിന ഉമ്മയില്ലേ, സയ്യിദത്തുന ബീവി ആമിന. സയ്യിദത്തുന ബീവി ആമിന റളിയല്ലാഹു അൻഹാ ഉമ്മ. ആമിന ഉമ്മയുടെ സ്വർഗത്തിലൊന്ന് കാണണം ഉമ്മ. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. ഏത് ആമിന ഉമ്മ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെത്തെ ആമിന ഉമ്മ. അതുപോലത്തൊരു കിടാവുടെ ദുനിയാവിൽ ഏതെങ്കിലും ഒരു പെണിങ്ങ ഇണ്ട് തോലും പെത്തിട്ടിക്കുക, ഇനി പെരുകിക്കുക. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കൂ.
വെറുതെ ചൊന്ന് ഇനി ഒരാളും അങ്ങനത്തെ ഒരാള് ബറോകില്ല, ഇത്തരത്തോലും വന്നിട്ടില്ല, ഇനി ബറകുമില്ല. മിസാൽ തേരി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജവാബ് തേറാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തോലും തങ്ങളെ പോലത്തെ ഒരാൾ വന്നിട്ടില്ല, ഇനി ബറകുമില്ല. ദുനിയാവുല അങ്ങനത്തെ പവർ ചൊല്ലുക ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ കൊണ്ട് തീരുവാ. ആ മോണു നന്റെ അവണുള്ളല്ലേ, അവൻ നന്റെ മോണു, അവನು ವಾಲ್ ಚೊಲ್ಡವನಲ್ಲ, ಅವನು ನಂಡೆ ಮೋಣು, ಅವನು ಬೆಲೆ ಬಾಣ್ಯത്തുള്ളവನು, ಬೆಲೆ ಬಿಸ್ನೆಸ್ ಅವನು, ಅವನು ನಂಡೆ ಮೋಣು. അതെല്ലാം ചൊല്ല സമ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മാട്ടി ചൊല്ലുക ആർക്ക് തീരു ഇല്ലേ? അത് തീരെ ഒരേ ഒരു മഹദി സയ്യിദത്തുനാ ബീവി ആമിന റളിയല്ലാഹു അൻഹാ. ആമിന ഉമ്മയുടെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണുക. അല്ലാഹു ഈ ഉമ്മമാർക്ക് ഭാഗ്യം കൊടുക്കട്ടെ. ഉമ്മ അല്ലേ ആമിന ബീവി റളിയല്ലാഹു അൻഹാ റബീഉൽ അവ്വൽ 5 ഫജ്ർ ഉദിക്കട ടൈമിലു ഇല്ലേ, ആ ഫജ്ർ ഉദിക്കട ടൈമിലു ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെറുമ്പോ അതാ ഒരു പ്രകാശ കണ്ട്. ആ പ്രകാശ കൊണ്ടിട്ടു ഇടീ ഷാമുലുൽ ബുസ്റ അരമണ പ്രകാശിച്ചു പോയിട്ട് മക്കത്തിൽ ഉദിച്ച ഒരു പ്രകാശ എത്രമാ കിലോമീറ്റർ ദൂരവുള്ള ഷാമുലുൽ ബുസ്റ അരമണയുടെ മേ പ്രകാശിപ്പിച്ചില്ലേ? ആ തങ്ങ ഒരു സാമാന്യ പ്രകാശ അല്ല. ആ ആമിന ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലു, നാണ് നന്റെ കിടാവുടെ പെത്തപ്പ നാണിങ്ങനെ നോക്കുമ്പോ കിടാവുടെ കാണ്ടില്ലേ? പെത്ത സാർത്ഥക ഉമ്മ നിങ്ങൾക്കു അനുഭവം ഉണ്ടല്ലേ? ഈ സദസ്സില് ചെമ്മ ഉമ്മമാരുള്ളത് കൊണ്ട് പെങ്ങന്മാരുള്ളത് കൊണ്ട് നാ ചൊല്ലേ. ഒന്നാമതായിട്ട് ഒരു പെണിങ്ങ ഈ കൊടിപ്പാടി ജമാഅത്തിൽ ഒരു ഉമ്മ ഒരു കിടാവുടെ പെറുമ്പോ ആണിങ്ങളെ പിന്നെ ഈ ലേബർ തിയേറ്ററിലും പോയിട്ട് അവിടെ കിടത്തിറാറ്. ഇപ്പൊ ഡെലിവറി നടക്കടെ, ഇപ്പൊ പെറാല് നോക്കുമ്പോ ഒരു കിടാവിടെ ബുൽപ്പ് കേക്കിട് മാപ്പിലായവണ് കുർസുല് തെച്ചവിടെ എഞ്ചിനിണ്ടാ നന്റെ പെഞ്ഞൈ പെത്താല്. പുറത്തു പോയി നോക്കുമ്പോ ഡോക്ടർ പുറത്ത് പറഞ്ഞു ചെന്നാൽ ഇല്ല, നിങ്ങളെ പിന്നെ പെറുക ഇനിയും വേറെ ടൈമുണ്ട്, ടൈമുണ്ടു. ഇത് വേറെ ഒരു പെണിങ്ങ പെത്തോ. അവിടെ ഉൽഗത്തെ കിടാവിടെ സൗണ്ട് കേട്ട സാർത്തക ആ ബാപ്പ അതെങ്കിലും മാപ്പല എഞ്ചിനിണ്ടാ നന്റെ പെഞ്ഞൈ പെത്താല ചൊല്ല കൊസി എങ്കിൽ ആ പെറ പക്കത്തില് എത്തരമാ നൊമ്പല സഹിച്ചിട്ട് ആ കിടാവിടെ ഉമ്മ നൊമ്പല സഹിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എല്ലാം ഓദിത്ത് കുടിപ്പാട്ടണായത് കുടിപ്പാട്ടിത്ത് എല്ലാം ആയിട്ട് പെറുമ്പോ ആ ഉമ്മയുടെ ഒരു നോട്ടമുണ്ട് കിടാവിടെ മോത്തുകു. അത് എന്തൊരു സന്തോലത്തെ നോട്ടല്ലേ! ഇത്തര തിങ്ങല് ബാത്തില് പുറത്തിട്ട് നടന്ന നന്റെ കിടാവും എന്തേ സ്കാനിങ്ങുമാക്കിട്ട് കിടാവിടെ മുഖ കണ്ടായില്ല. എന്ത് സ്കാനിങ്ങുമാക്കിട്ടിക്കട്ട് അപ്പപ്പ സ്കാനിങ് ആക്കട കാലല്ലേ ഉണ്ട്. എന്ത് സ്കാനിങ് ആക്കട്ട് കിടാവിടെ മുഖ കണ്ടാ ആ കിടാവ് ഏത് കോലാണ്ട് കണ്ട ഇല്ല. പക്ഷെ ഇത്തരല്ല കാല തിങ്ങലിങ്ങനെ ബാത്തില് പുറത്തു നടന്നിട്ട് ലാസ്റ്റ് അല്ലാഹു കണക്കാക്കിയ ഒരു ടൈമില് പെത്തപ്പ ആ ഉമ്മയുടെ ഒന്നാമത്തെ നോട്ട ആ കിടാവിടെ മോത്തുകിങ്ങനെ നോക്കുമ്പോ അത്തരം സഹിച്ച നൊമ്പലയെല്ലാം ആ പെണിങ്ങ മറന്നുപോയില്ലേ? നിമിഷം മുന്നോല് സഹിച്ച നൊമ്പല പെണിങ്ങ മറന്നിട്ട്, സെക്കൻഡ് മുന്നോല് സഹിച്ച നൊമ്പല മറന്നിട്ട് പെത്ത കിടാവിടെ മോത്തുക നോക്കിയപ്പ ആ ഉമ്മയുടെ മുഖ പളപ്പളാണ്ട് മിനുങ്ങട് ഇല്ലേ? അതുകൊണ്ടല്ലേ പെത്തിട്ട് ആ പെണിങ്ങളെ റൂമുക്ക് ഷിഫ്റ്റ് ആക്കുമ്പോ ആ പെണിങ്ങളെ മുഖത്തിൽ ഒരു പെത്ത ഒരു ബച്ചലൊന്നും മുഖത്തിൽ കണ്ടില്ല. മാപ്പളുടെ മുഖത്തിൽ ടെൻഷൻ കണ്ടോണ്ടുണ്ട്, ബച്ചല് കണ്ടോണ്ട് എന്തേ ചന്തത്തില് വെറുവാലായില്ലേ. പക്ഷെ പെത്തിട്ട് റൂമുക്ക് ഷിഫ്റ്റ് ആക്കുമ്പോ ആ പെണിങ്ങളെ മുഖത്തിൽ പളപളാണ്ട് മിനിങ്ങോണ്ട് എന്തേ കാരണം? കിടാവിടെ മോത്തുകു നോക്കിയ കൊസി. എങ്കിൽ നാ ചൊല്ലട്ട ആമിന ഉമ്മ റളിയല്ലാഹു അൻഹ
ആറുകായി ടിക്കറ്റ് ജന്മ കൊടുത്തോണ്ടുള്ളൂ സാമാന്യ ഒരു ലോക്കൽ കിടാവുകല്ലല്ലേ. സയ്യിദുൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ ആൽമാര നേതാവല്ലേ. ആമിന ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു, നാനെന്റെ കിടാവിടെ പെത്ത സാർത്ഥക നാണിങ്ങനെ കിടാവിടെ നോക്കുമ്പോ കിടാവിടെ കാണ്ടില്ല. പിന്നെ കൊറിയ നേരെ കലിഞ്ഞു നോക്കുമ്പോ അതാ നന്റെ കിടാവിടെ കണ്ടോണ്ടുണ്ടു. നല്ല ഡ്രസ് പൊതിഞ്ഞിട്ടുള്ള നന്റെ കിടാവു, എണ്ണ തേച്ചിട്ടുള്ള കിടാവു. ചെറിയ മക്കോ എണ്ണ തേക്കില്ലേ? പണ്ടല്ല എണ്ണ തേച്ചോണ്ടിന്ത് ഇണ്ട് എണ്ണ തേക്കണ ആദത്തേ ഇല്ല. പണ്ട് മക്കൾക്ക് എണ്ണ തേച്ചോണ്ടിന്ത് ഇണ്ട് എണ്ണ തേക്കണ ആദത്തില്ല. ഹബീബായ ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലു, ഞാൻ എന്റെ കിടാവിടെ നോക്കുമ്പോ എണ്ണ തേച്ചിട്ട് ബൽത്തിയതുപോലെ കണ്ടത് എന്റെ കിടാവിടെ. മാത്രല്ല നന്റെ കിടാവിടെ സുന്നത്തായിട്. എന്നിട്ടാ നണ്ടയില് കൊറിയാല് വന്നിട്ട് ചൊല്ലത് കണ്ട്, ഉമ്മ ഇതൊരു സാമാന്യ കിടാവല്ല. അഖ്ഫൂഹു അൻ അയ്യുനിന്നാസ്, ഇപ്പ ആൽമാരക കാട്ടണ്ട ഉമ്മ. കാരണം വലിയ സ്ഥാനത്തേക്ക് ബർഗപോണ്ട് കിടാവിത്, ഇപ്പമേ വലിയ സ്ഥാനമുള്ള കിടാവിത്. അഖ്ഫൂഹു അൻ അയ്യുനിന്നാസ്, മങ്കൂസ് മൗലിദിൽ നിങ്ങൾ ഓതിട്ടില്ലേ ഉമ്മമാരെ? ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ മുട്ട വന്നിട്ട് കൊറിയങ്ങ ചൊല്ലാറ്, അഖ്ഫൂഹു അൻ അയ്യുനിന്നാസ്, ആൽമാരക കാട്ടിരണ്ട ഉമ്മ ഈ കിടാവിടെ. ആൽമാര കണ്ണിട തൊട്ടിട്ട് മറച്ചു വെക്കറു. അതുകുമ്മ ചൊല്ലേ, നിങ്ങളെ കിടാവിടെ ചന്തട്ട ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിടെ പ്രൊഫൈൽ പിക്ചറിൽ എടുത്തു വെക്കണ്ടാണ്ട് ചൊല്ലോ. നൗഫൽ സഖാഫിക്ക് എന്തോ ആയിട്ടെന്തോ അല്ല, നിങ്ങളെ കിടാവിടെ ഭവിഷ്യമെടക്കാവണ്ട ചൊന്നിട്ടു. നിങ്ങളെ കിടാവ് ചന്ത ഖുർആൻ ഓതുറുവരിക്ക, അത് ഇടീ ദുനിയാവുക്ക് റംപാട്ടാക്കിട്ട് കാട്ടിട്ടായി തീമ. ഈ ദാദാ ഞാണ്ടൊരാള് ദുബായ് പോയപ്പോ ജന്തു റൗത്ത് ഉണ്ണ പോയപ്പോ ജന്തു, ഉസ്താദ് ഞങ്ങളെ ഔത്രങ്ങെല്ല നിങ്ങളെ വാള് കേക്കിടാറ് പെണിങ്ങ. നിങ്ങൾ പെണ്ണുങ്ങളെ ಬಗ್ಗೆ ಯಾರ ചൊല്ലാറ് ಯಾರು പറയിടാറ് രണ്ട് വിഷയം എടുത്തിട്ടുണ്ട്. എവിടെ പറഞ്ഞിരോ? എവിടെ പറഞ്ഞിട്ടില്ല. പെണ്ണുങ്ങളെ വിഷയം ഉള്ള പോലെ ചൊല്ലേ, ഇല്ലാത്തത് ഇങ്ങനെ ചൊന്നിട്ട് പറഞ്ഞ പിന്നെ വാളാവിട ഇല്ല ഉമ്മ. ഒരു കിടാവ് ഖുർആൻ ഓദിത്തിണ്ട് ചൊന്ന സാർത്ഥക്ക് അത് അപ്പമേ വീഡിയോ ആക്കി പാട്ടിട്ട് ഇടി റംപാട്ട ദുനിയാവ്. പിന്നെ നോക്കും പിത്യാണ്ട് കിടാവ് നാവേ മറിയില്ലേ. എന്താ കാരണം? ആരാ എങ്കർത്ത് പോയാറ് കിടാവിടെ ഓത്ത് കേട്ടിട്ട് വേണ്ട. എന്റെ ഷഹീർ തങ്ങളുടെ ബറവ് പോയോണ്ടുണ്ടു. ഷഹീർ തങ്ങളെ ബാപ്പ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങ അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. പൊസോട്ട് തങ്ങളെ മുട്ട നാണ് മുത്താലിമായിട്ട് പഠിക്കുന്ന ടൈമിൽ നന്റെ കുട്ടിയം പോയാറ്. അപ്പ നന്റെ കുട്ടിയം പോയ ഉസ്താദ് നന്റെ കാട്ടിട്ട് ചൊന്തു. പിന്നെ ഈ മുത്താലിം നന്നായി പ്രസംഗിക്കും ചൊന്തു, സ്പീച്ച് ആക്കിടേണ്. അപ്പൊ പൊസോട്ട് തങ്ങ മേളുടെ കീഴ്ത്തോൽ നോക്കിയിട്ട് ചൊന്തു, ഇപ്പൊ സ്പീച്ച് ആക്കണ്ട ബില്ലേ, പിന്നെ സ്പീച്ച് ആക്കിയ മെയ്, ഇപ്പൊ സ്പീച്ച് ആക്കിയ കണ്ണ് തട്ടു, പിന്നെ സ്പീച്ച് ആക്കി വയ്ക്കാലായിട്ട് നോക്കൂ നിങ്ങ. അങ്ങനെ ഒരു ദീർഘദൃഷ്ടി. ഇത് ഇടീ ദുനിയാവുക്ക് റംപാട്ടാക്കിട്ടായിട്ട് പിന്നെ പിത്യാണ്ട് ഓത്തും ഇല്ല എന്തും ഇല്ല. പിന്നെ ചൊല്ല ഉസ്താദ് സുറു ചന്ത പഠിച്ചോ ഇന്ന ഇപ്പൊ പടി തലകെ പത്തില്ലേ ഉസ്താദ്. അത് ആരാക്കിയോ? നിങ്ങമേ ആക്കിയോ? നിങ്ങ ആക്കിയത് കൊണ്ട് നിങ്ങമേ അനുഭവിക്കൂ. അള്ളാഹു നല്ല ബുദ്ധി തർത്ത് ഞങ്ങളെ മക്കൂ ചൊന്നോണ്ട് വന്നേ. ആമിന ഉമ്മ റളിയല്ലാഹു അൻഹടട്ട ആൽമാർ വന്ന് ചൊന്നാറ്, കാട്ടിരണ്ട ഈ കിടാവിടെ ഇപ്പ ആൽമാർഗ കാട്ടിരണ്ട. ഇത് ലോക നേതാവായ കിടാവായിട്ട് കിട് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. ആ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെത്തില്ലേ. ആ ഉമ്മകുള്ള പവർ വേറെ ഏതെങ്കിലും ഒരു പെണിങ്ങുണ്ടാ? മറിയം ബീവി, ഈസ നബി അലൈഹിസ്സലാമുടെ മറിയം ബീവി പെത്തില്ലേ. ഈസ നബി അലൈഹിസ്സലാമു ബാപ്പയില്ല, ഈസ നബി അലൈഹിസ്സലാമു ഉമ്മ ഉണ്ട്. ഈസ നബി അലൈഹിസ്സലാമുടെ ഉമ്മ ആര്? മറിയം ബീവിയല്ലേ. ആദം നബി അലൈഹിസ്സലാമു അബ്ബോ ഇല്ല, ഉമ്മ ഇല്ല. ഈസ നബി അലൈഹിസ്സലാമു അബ്ബ ഇല്ല, ഉമ്മ ഉണ്ട്. ഉമ്മ ആര്? മറിയം ബീവി. അതേ ടൈമിലും ഞങ്ങളെ നബിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു അബ്ബം ഉണ്ട്, ഉമ്മം ഉണ്ട്. അബ്ബ ആര്? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഉമ്മ ആര്? ആമിന ബീബി റളിയല്ലാഹു അൻഹാ. ഇക്കട്ടെ നാ ചൊന്നുകൊണ്ട് വന്നു. മറിയം ബീബി ഈസ നബി അലൈഹിസ്സലാമുടെ പെത്തപ്പ. മറിയം ബീബിക്ക് തിന്നുകു കൊടുത്തത് എന്തിനെ കൊണ്ടുണ്ടാ?
അതുകൊണ്ടല്ലേ പെത്ത സാർത്തക പെത്തൈ മുഖു തിന്നുക കൊടുക്കണായതെന്തോ അത് കറുച്ചൂറ ഈത്തപ്പലായിട്ടിക്കിട്. മറിയം ബീവി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പെത്തപ്പ ഒന്നാമതായിട്ട് മറിയം ബീവിക്ക് തിന്നുക കൊടുത്തത് ഈത്തപ്പല ആയിട്ടിക്കിട് ചൊന്നിട്ടു. അതെ മഹാന്മാര് ചൊല്ലാറ് അതിനെ കാട്ടി നല്ല ഒരു വസ്തു വേറെ ഇൻസ്റ്റന്റ് അല്ല അത് തിന്നുക കൊടുക്കാൻ താ മറിയം ബീവിക്ക്. പക്ഷെ കൊടുത്തത് എന്തോ ഈത്തപ്പല. അതുകൊണ്ട് പെത്ത സാർത്തക്ക് നിങ്ങ കോന്നിട്ട് ലാട് കൊമ്പറ പോറും അത് വിഷയം വേറാണിങ്ങ അവിടെ പെത്ത സാർത്തക പെത്ത പെഞ്ഞ ഈത്തപ്പല തിന്നുക അത് കൊടുക്കുക മറന്നിറണ്ട. മറിയം ബീവി പെത്ത സാർത്തക ഒന്നാമതായിട്ട് തിണ്ടത് ഈത്തപ്പലയിക്കട്ട് നാനാ ഭാഗത്തേക്ക് പോണ്ടില്ല. ഞാൻ ചൊന്നോണ്ട് വന്നു ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് മദീനത്തേക്ക് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് സ്വന്തറായ ആയ ഒമാനക വാപ്പാസ് വന്ന് മാസിൻ ബിൻ ഗലൂബ റളിയല്ലാഹു അൻഹു പാലക്കാറ സമാഗമന വെച്ച് കേക്ക് മുണ്ടാണ്ട തെച്ചില്ല. ഇനി നണ്ട ഒരു ജവാബ്ദാരി ഉണ്ട്. അതെന്ത്ര ജവാബ്ദാരി? ഈ ഒമാന് ജൊൽഡറായത്തില് അള്ളാഹുടെ ദീന് പ്രചാര ആക്കണു. അങ്ങനെ മാസിൻ റളിയല്ലാഹു അൻഹു ഇണ്ടും ഒമാന്റെ മസ്കത്തിലുള്ള മിലുമാറ് ജൊൽഡ പക്കത്തിൽ പോയി നോക്കൊരു. നാണ് മുഞ്ഞാണ്ട അവിടെ പോയ അവിടെ ആ സ്വഹാബി ഒന്നാമതായിട്ടുണ്ടാക്കിയ ഒരു പള്ളി ഉണ്ട്. അതേ ഒമാനില് അതേ സുൽത്താൻ ഖാബൂസറ പേരിലുള്ള വലിയ ഗ്രാൻഡ് മസ്ജിദ് ഉണ്ട്. അതുപോലെ ചെമ്മ പള്ളി ഉണ്ട്. ആ എങ്കും ഒമാനിലുള്ള ഒന്നാമത്തെ പള്ളി അത് ഈ സ്വഹാബിയായ മാസിൻ റളിയല്ലാഹു അൻഹു കെട്ടുപാട്ടിയ പള്ളിയായിട്ടിക്കിട്. ആ പള്ളി ഇണ്ടും ചന്തത്തിൽ സൂക്ഷിച്ചിട്ടുള്ളാറ്. അതിരെ ഉദ്ഘാടന അണ്ടത്തെ ഒമാന്റെ സുൽത്താനായിട്ടിന്ന് സുൽത്താൻ ഖാബൂസ് വന്നിട്ട് ആ പള്ളി ഒക്കലാക്കിയിട്ട് ചരിത്രത്തിൽ കണ്ട് ആ പള്ളിയുടെ പർത്ത് എഴുതി വെച്ചത് കണ്ട്. അതേ ഒമാനിലുള്ള അവ്വലു മസ്ജിദിൻ ബി ഉമാൻ ഒമാനിലുള്ള ഒന്നാമത്തെ പള്ളിയായിട്ടിക്കിട്. ഈ പള്ളി മസ്ജിദു മാസിൻ ബിൻ ഗലൂബ ആ സ്വഹാബി കെട്ടിയ പള്ളിയായതുകൊണ്ട് ആ സ്വഹാബിയുടെ പേരിലായിട്ടിക്കിടി പള്ളി ഇണ്ട് അറിയപ്പെട്ടോണ്ടുള്ളൂ. മസ്ജിദും ബിൽ മിളുമാറ് മസ്കത്തിലുള്ള മിളുമാറുകളുടെ പക്കത്തിലുള്ള പള്ളി. പാലക്കാരങ്ങളെ എന്തിന് ഞാൻ ഇത് ചെന്നോണ്ടുള്ളൂ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക ഉള്ള പിർസാണ്ട് ചെന്നെങ്കിൽ ഇതിര അപ്പുറത്തെ വേറെ പിർസ ഇല്ല. തങ്ങളെ ദീൻ കൂടെ നിലനിർത്തണു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലേ തങ്ങളെ ദീന് പ്രചരിപ്പിക്കണോ? തങ്ങളെ ദീന് പ്രചരിപ്പിക്കണത് കാണ്ടി വലിയ പിർസ വേറെ എന്തുണ്ട്? തങ്ങളൊട്ടിಗೆ റബീഉൽ അവ്വൽ 12 അങ്ങനെ ജാഥ പോയതുകൊണ്ട് മാത്രമായില്ല, അത് വേണു. അതും വലിയ പിർസ. അതരൊട്ടിಗೆ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനുടെ പ്രചരിപ്പിക്കണു. മൈക്കാല ജൊൽഡ റായ വിശാലമായ റായായിട്ടിക്കിട്. ഈ റായത്തില് ദീന് നിലനിൽക്കണു. അത് കുടുപ്പാടി ജമാഅത്ത് അൽഹംദുലില്ലാഹ് നല്ല മാതരി യോഗ്യമായ ചെമ്മ സ്വർഗാക്കിക്കൊണ്ടുണ്ട് അല്ലാഹു തആല. അതെല്ലാം പൂർത്തിയാക്കി തരട്ടെ. ഇപ്പൊ ഇത്ര വിശാലമായ പക്കവുണ്ടു. ഇവിടെ ചെമ്മ ഉദ്ദേശങ്ങളുണ്ട്. ഹോസ്റ്റലിംഗ് ആക്കണോട്ട് ഉദ്ദേശമുണ്ട്. എന്തിಗೆ ഞങ്ങളെ മക്കളെ ഭവിഷ്യ ചിന്തിച്ചിട്ട് ഞങ്ങളെ മക്ക ബെടക്കായി പോത്തീറ. ഞങ്ങളെ മക്ക കണ്ടുകിട്ടിയ മോലില് പോയിട്ട് ഞങ്ങളെ മക്ക തെരുതപ്പിട്ട് ലാസ്റ്റ് ഞങ്ങളെ മക്കളെ കൊണ്ടിട്ട് നങ്ങ ചീഞ്ഞിട്ട് നാറുകുതീറ. ഞങ്ങളെ മക്കളെ കൊണ്ടിട്ടു നങ്ങ ചീഞ്ഞിട്ട് നാറുകുതീറ. അത് ഞങ്ങളെ മക്കളെ പഠിപ്പാട്ടു ഹോസ്റ്റൽ സംവിധാനം വേണു. ഒന്നു ഞങ്ങൾ നല്ല പള്ളി ഉണ്ടു. ഞങ്ങളെ മക്കൾക്ക് ഇൽമു ചൊന്നു കൊടുക്കൂ. മദ്രസത്തെ ബിൽഡിംഗ് തെല്ലും കൂടി മേലെടുക്കണു. അത് വിശാലാക്കണു. അതെല്ലാം ഈ ജമാഅത്ത് ആൽമാര് ചിന്തിച്ചോണ്ടുള്ളാരെന്ന് കേട്ടപ്പോ ചെമ്മ കുസിയായിട്ട് അള്ളാഹു അതെല്ലാം നടത്തി തരട്ടെ. ഒന്ന് ജോർ ആമീൻ ചൊല്ലു നോക്കാം. അള്ളാഹു അതെല്ലാം നടത്തി തരട്ടെ. ഇല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ടുള്ള ഒരു പിർസ ചൊന്നെങ്കിൽ വേറൊന്നുമില്ല. പാലക്കാര അള്ളാഹു നിക്ക് തന്ന ആയുസ്, നിക്ക് തന്ന ആരോഗ്യം നിക്ക് ഒന്നുണ്ടാ. മുഞ്ഞാണ്ട് ഞാൻ ദുബായിലിരിക്കുമ്പോ സമാഗമന വെച്ചിട്ട് കേക്ക് മെയിനായിട്ട് ചൊന്നോണ്ടല്ലേ. ദുബായിലിരിക്കുമ്പോ നന്റെ വാട്സപ്പ് ഒരു രണ്ട് മരിപ്പിട വിഷയ കടത്തുകൊരാൾ മെസ്സേജ് കടത്തിത്ത് നോക്കുമ്പോ അപ്പം മോലും ഒരേ ആക്സിഡന്റിൽ മരിച്ചു പോയാർ. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ.
കേക്കടാ പെങ്ങളെ, ഒരു അബ്ബായവനും ആ അബ്ബട മോലും ജണ്ടാലും മറിച്ചാറ്. നിങ്ങൾ കേട്ടിട്ടിക്കുവാറ് വാട്സപ്പിലു എങ്ങനെ മരിക്കടോ? ആ അബ്ബട വലിയ ഡ്രീമായിട്ടിന്ത് കിനാവായിട്ടിന്ത് ആസ നന്റെ മോല മങ്ങിലൊന്നാക്കണു. ഏത് അബ്ബടം ആസ അല്ലേ അത്? ഏത് അബ്ബടം ആസയല്ലേ? നക്ക് നന്റെ പെണ്ണുമക്കളെ മങ്ങിലാക്കിട്ട് മരിക്കണു. ആണുമോണ്ടത് എങ്ങനെ നടക്കൂ? പക്ഷേ നന്റെ പെണ്ണുമോല ബാക്കി വെച്ചിട്ട് അവളുടെ നാണൊരു മാപ്പിളയുടെ ഔത്തുകെത്ത് പാട്ടാട്ട് നാണ് മരിക്കുക തീറാ. ഇതല്ലേ പെങ്ങളെ നിന്റെ അബ്ബ ഏറ്റവും കൂടുതൽ കിനാവ് കണ്ടോണ്ടുള്ളൂ. മോളെ നീന് നിന്റെ ഔത്തുല് ജാവുക ഗാഢ നിദ്രല് നീനിങ്ങനെ ഉറങ്ങിയോട്ടിക്കുമ്പോ പോലും നീന് മെല്ലെ നിന്റെ അബ്ബ ഉറങ്ങിയ പക്കത്ത് കൊന്നു വന്നിട്ട് തെല്ല് നിൽക്കിട്ട് നോക്കൂ. ഒരു പക്ഷേ നിന്റെ അബ്ബടെ കണ്ണ് മുച്ചിട്ടിക്കൂ. നീ വിചാരിക്കുക നിന്റെ ബാപ്പ കിടന്നൊരു നിന്റെ ബാപ്പ ഉറങ്ങിറ്. ഇല്ല മോളെ, നീനെ തപ്പ് വിചാരിച്ച് പോയ പെങ്ങളെ. നിന്റെ ബാപ്പടെ അതേ കണ്ണ് ചിലപ്പം മുച്ചിട്ടിന്നെങ്കിലോ നിന്റെ അബ്ബക്ക് ഉറക്ക് പിടിച്ചിട്ടില്ല. മെല്ലെ പോയിട്ട് ബാപ്പാട്ട് വിളിച്ചെങ്കില് ഓട്ട് ഒരേ വിളിക നിന്റെ ബാപ്പ ഓട്ട് കേക്കു. എന്തേ കാരണം? ആ കിടന്നിട്ട് ഉറങ്ങിട്ടിക്കിട ടൈമില് പോലും നിന്റെ ബാപ്പക്ക് ഉറക്ക് ബണ്ടില്ല. നീനതാ 7ാം ക്ലാസ് കഴിഞ്ഞ പിന്നമേ നിന്റെ ബാപ്പയുടെ മനസ്സിൽ ചിന്ത നിറഞ്ഞു പോയിട്ട് ഓൾഡ് ഒരു നല്ല 4 പറകുണ്ടല്ലേ, ഓൾഡൊന്ന് മങ്ങിലാക്കിയിട്ട് കടത്തുകൊണ്ടല്ലേ, മങ്ങിലാക്കിയിട്ട് മാപ്പിളയുടെ ഒത്തുക പോയെങ്കിൽ ഓല് ടെൻഷനിൽ കളിയൊക്കെ തീറാം. ഓല് നല്ല സുഖത്തില് വേണു, ഓല് നല്ല സമാധാനത്തില് വേണു, ഓല് നല്ല നെമ്മതില് വേണു. അങ്ങനെ ചിന്തിക്കട നിന്റെ അപ്പട സ്ഥാനത്തേക്ക് പോന്നിട്ട് നിന്റെ ബോയ് ഫ്രണ്ട് നിപ്പാട്ടുക തീറുവാടി മോള്. കണ്ടുകിട്ടിയ ബോയ് ഫ്രണ്ട് പിറവുല് പോടുന്ന പെണ്ണില്ലേ, കണ്ടുകിട്ടിയ മോലല് പോയിട്ട് കിട്ടിയ ഉണ്ട വൈറ്റാക്കിയോണ്ടുള്ള പെണ്ണില്ലേ. ഈ അപ്പട സ്ഥാനത്തേക്ക് നിന്റെ ആയിരക്കണക്കിട ബോയ് ഫ്രണ്ടുമാരെ കുട്ടിയോ വന്നിട്ട് നിപ്പാട്ടുക തീറുവാ മോള്. നീ എന്തിരടി അർത്ഥാക്കി വെച്ചിറോ, നീ എന്തിരൊണ്ടടി അർത്ഥാക്കി വെച്ചിറോ. ദുനിയാവ് ചൊന്നെങ്കിലെ കളിയായിട്ടിക്കുമോള്. ആഖിറ ചൊല്ലെ ഒരു ഗാത്തിറ ലോക്ക ഉണ്ടു, ഒരു കാര്യത്ത ലോക്ക ഉണ്ടു. ഈ ദുനിയാവിടെ സുഖം കാണുമ്പോ ആഖിറ മറന്നു പോവണ്ട പെങ്ങള്. മെല്ലെ നീ നിന്റെ ബാപ്പട വന്ന് വിളി നോക്കാം മോളെ. നന്റെ പെങ്ങന്മാരുടെ ചൊല്ല ഇല്ലേ, അബ്ബമാര് നന്റെ സദസ്സിലില്ലേ, നിങ്ങളെ തലയിലില്ലേ അങ്ങനത്തെ ഒരു ബിയാറ. മോലൊന്നിങ്ങനെ എഞ്ചി നിന്നിട്ട് നടക്കൂ സുറാവുമ്പമേ അബ്ബടെ മനസ്സിൽ വെച്ചിട്ട് ഓൾഡ് ഒരു നല്ല 4 വറകുണ്ടല്ലേ, ഓൾഡ് മങ്ങിലാക്കി കടത്തുക ഒരു 4 വറകുണ്ടല്ലേ. അല്ലാ പിന്നെ അബ്ബടെ അധ്വാന അബ്ബടെ എല്ലാം എന്തികാചാര നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഇതാക്കിയുണ്ടല്ലോ. ചമ്മ കഷ്ടപ്പെട്ടാറല്ലേ ഇല്ല ഉസ്താദ്. ഒർത്തി ഉള്ളാൽ ഔത്തുലു അബ്ബടെ ഉത്തര മോളെ, ഒർത്തി ഉള്ളാൽ ഉസ്താദ് ഔത്തുലു. അവളുടെ കൂടി നാണൊന്നു നന്റെ കഫൻ തുണിയില് നന്റെ പൊതിയുടെ മുതോലു നക്ക് അവളുടെ കൂടി ഒന്ന് ചന്തത്തിൽ ഭംഗിണ്ടാക്കിയിട്ട് കടത്തണം. ഇതല്ലേ ഒരു നല്ല അബ്ബട വിയാറ. പിന്നെ കൊറിയ ലായിലോട്ട് അബ്ബമാറുള്ളാർ. അല്ലാ വങ്കിതായത്ത് കൊടുക്കട്ടെ. ലായിലോട്ട് അബ്ബമാറുള്ളാറ് അങ്ങക്ക് മക്കളെ മങ്ങിലാക്കണ വിഷയം അങ്കില്ല. അങ്ങളെ മക്കളെ അങ്ങ മങ്ങിലായിട്ട് നടക്കണേ. 1 കെട്ടിട്ട് പാട് 2 കെട്ടോ നോക്കണേ, 2 ആയിട്ട് പാടെ 3 നോക്കണേ, 3 ആയിട്ട് പാടെ 4 നോക്കണേ, 4 ആയിട്ട് 5ാമത്തെ കെട്ടക്ക് 1ാമത്തെ പെഞ്ഞെ മരിക്കോ നോക്കണേ. അല്ല ഞാൻ വെറുതൊന്നുമല്ല. വയസ്സായ പെണ്ണുമക്ക ഔത്ത് നിൽക്കുമ്പോ മങ്ങിലാക്കട ಬಗ್ಗೆ ചിന്തിക്കാത്ത അബ്ബമാര് എന്തബ്ബ ഞാനിപ്പോ ആ ഭാഗത്ത് കൊണ്ടില്ല ചൊന്നോണ്ട് വന്നേ. പെങ്ങളെ നീ ഒന്ന് നിശ്ചി നോക്കൂല. ആ ബാപ്പയുടെ ആശയല്ലേ എന്താ ഉസ്താദ് മരിക്കട മുന്നോലു എന്റെ മോലെ ഒന്ന് മങ്ങിലാക്കി കിടത്തോളൂ, ബാക്കി എല്ലാം ഇന്നൊക്കെ ദുനിയാവിൽ എന്തും വേണ്ട അല്ലെ. അങ്ങനെയല്ലേ ചൊല്ലേ അബ്ബ അല്ലേ. മോണ് ഗൾഫിലുള്ള മോണ് ഗൾഫിടെ റായത്ത് കണ്ടോ, റായത്ത് പറയുമ്പോ അബ്ബടയിൽ ഒന്ന് കേക്കണ അബ്ബ എന്തൊരു കൊമ്പറണ അബ്ബ. അപ്പൊ ಅಬ್ಬ ಎಂದ್ರಲ್ಲೇ ನಕ್ಕೆಂದ್ರಲ್ಲ ಕೆಲವಗು ಅಲ್ಲೇ ಅಬ್ಬ ಜೊಳ್ಳೆ ವಯಸ್ಸಾಯ ಹಬ್ಬ ನಕ್ಕೆಂದಿಗಲಬ್ಬ ಕೆಲವಗು ನಕ್ಕೆಂದ್ರೆ ಇನಿ ದುನಿಯಾವುಲು ಮಾತ್ರ ನಕ್ಕ ನಿಂಡೆಯಲ್ಲಿ ಒಂದೇ ಚೊಲ್ಲಗುಲ್ಲಲಬ್ಬ ಅಂದೊಂದುಲ್ಲ ಅವಳು ಉಲ್ಲಾಲು ನಿಂಡೆ ಎಲೋಲು ಔತುಲು ನಾನು ಮರ್ಚೆಂಗುಲು ಅವಳಿಗೊರು ಕಷ್ಟ ಬರ ಅಂಟೆ ಚಂದತ್ತಲು ಅವಳೊಂದು ನೀ ಮಂಗಿಲಾಕಿ ಕಡ್ತೋಣು. ಇದಲ್ಲೇ ഒരു അബ്ബട കൽബു മോളെ. ഈ അബ്ബട കൽബു നിക്ക് ദുനിയാവുല് ഏത് ആണ്ട തടിയുടെ അവൾക്ക് നിക്ക് കിട്ടു. നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഏത് ആണ്ട തടിന് നിന്റെ തടിയുടെ ഉൽഗ നിക്കി അപ്പടെ കൽബ് കിട്ടു. അതുകൊണ്ട് മങ്ങിലായിട്ട് മാപ്പിളുടെ ഒത്തു പോയെങ്കിലും നിന്റെ അപ്പട നീ മറന്നറണ്ട. അപ്പട മറന്നിട്ടുള്ളോ മാപ്പിളുടെ ഔത്തുള്ള നിന്റെ ജീവനുണ്ടല്ലേ, അത് ബറക്കത്തിക്കാല മോളെ, അത് ഗ്യാരണ്ടി, അത് ബറക്കത്തിക്കാല. നിന്റെ അപ്പക്ക് നീ ലാക്ക് കെട്ടലെ പൈസ കൊടുക്കണുണ്ടല്ല, നിന്റെ അപ്പ അത് നിന്റെ ഭാഗത്തെ കൊതിക്കില്ലേ. നിന്റെ അപ്പ സന്തോഷിക്കണെന്തര ഒന്നുണ്ടാ നക്കവൽ ഒന്നും തരണ്ട. അവളും അവളുടെ മാപ്പിളും അവളുടെ മക്ക ചന്തത്തിൽ അവൾ നാൾ കഴിഞ്ഞെങ്ക നക്കെന്നു തരണ്ട. ഇത് മാത്ര. പക്ഷേ ഇടക്കിടക്ക് നീനൊന്ന് അബ്ബമേ നിക്കിപ്പറ കോലാക്കോ തീറ. നീന് 4 വർക്കായെങ്കിലും നിന്റെ അബ്ബക്ക് കോലാക്കി വൽക്കരിയാണ്. ഈ സദസ്സില് അബ്ബ ഹയാത്തുലുള്ള ബാപ്പമാർ ഹയാത്തുള്ള എത്ര പെണിങ്ങ ഉള്ളാറ് 4 അബ്ബടെ കോൽ വരോകാക്കോ തീറ. ഒരു സ്പർദ്ധ വേണം അതില്. ഇന്റെ നന്റെ ബാപ്പ നക്കിപ്പറ കോലാക്കിടത്ര മുന്നോട്ട് നാനപ്പുറ കോലാക്കി വൽക്കരിയണു. നന്റെ ബാപ്പല്ലേ അത്, നന്റെ സുഖ സ്വന്ത സുഖമായിട്ട് കണ്ട ബാപ്പ. അല്ലാഹു ആ ബാപ്പക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇക്കട്ട് നാ ചൊന്ന വിഷയം മറക്കണ്ട. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാലക്കാര നാ ചൊന്നു മറക്കണ്ട. ജണ്ട് മരിപ്പു നടക്കിട്. ഈ തടില കാണ്ട ആരോഗ്യം എപ്പോഴും ഇക്കണോട്ടില്ല. ഇന്ത്യ വാളുകളുടെ നൗഫൽ സഖാഫി കളസട തടില് നല്ല ആഫിയത്തുണ്ടു. നാലെന്നക്ക് ഇതുപോലെ വാളു ചൊല്ലക പോകുണ്ടു, നാലക്കലും പോകുണ്ടു. പാടം 28 താരീഖും 29 താരീഖും പാട ദുബായിൽ വാലോത്തൊര പാടം പോകുണ്ടു. പക്ഷേ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് തരട്ട്. പടച്ച റബ്ബേ, ഈ സദസ്സിൽ ചെൽമ ഈമാനുള്ള ആണിങ്ങ ഉള്ളാറ്, ചെമ്മ ഈമാനുള്ള പെണിങ്ങ ഉള്ളാറ്, എത്രമാ മുതഅല്ലിമീങ്ങ ഉള്ളാറ്. ഈ സദസ്സിലുള്ള നല്ല നല്ല ആൽമാര ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് താ അല്ലാഹ്. പക്ഷേ ബാലക്കറ, ഈ തടിലുള്ള ആഫിയത്ത് എപ്പോഴും ബാക്കി വേണോട്ടില്ല. അതാ ഒരു അബ്ബം പോലും ഫാമിലി സമേത മദീനത്തുക്ക് പോണ്ടാറ്. ആ അബ്ബടെ ആശയന്ത്രോ മൂലമംഗല ചന്തത്തിൽ നടത്തണു. കുടുംബ സമേത മദീനത്തുക്ക് പോണ്ടാറ്. റബീഉൽ അവ്വൽ തിങ്ങലല്ലേ, ആ റബീഉൽ അവ്വൽ തിങ്ങലില് മദീനത്തുക്ക് പോണോട്ട് കൊതിക്കാത്തങ്ങ ഉള്ളാറാ. ഈ കൊടിപ്പാടിലുള്ളങ്ങും ഒരാശയില്ലേ, റബീഉൽ അവ്വലിൽ ഒന്ന് മദീനത്തുക്ക് പോണു. ആ റബീഉൽ അവ്വൽ 12 അതേ പച്ചക്കുബ്ബ ഉണ്ടല്ലേ, റൗള ശരീഫിയുടെ മേൽഭാഗത്തുള്ള പച്ചക്കുബ്ബ. വഹല്ലിൽ ഖുബ്ബത്തിൽ ഖൽറാഇ ഖുബ്ബതി സയ്യിദിൽ കൗനൈനി. ആ പച്ചക്കുബ്ബട അടിലൊന്ന് പോയിട്ട് നിൽക്കണോ. റബീഉൽ അവ്വൽ 12 അവിടെ പോയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലണോ. അത് ആഗ്രഹിക്കാത്ത മുഅ്മിനി സദസ്സുലുള്ളാറാ, അത് ആഗ്രഹിക്കാത്ത ഉമ്മ ഈ സദസ്സുലുണ്ടാ. ലോകത്ത് ഏറ്റവും മാത്തമുള്ള പക്ക ഏത്? നന്റെ കളസ അല്ലല്ലേ, നിങ്ങളെ മെയ്ക്കാല അല്ലല്ലേ, നാന ദർസ് നടത്തര ബെദ്ര മൂടബിദ്ര അല്ലല്ലേ. ലോകത്ത് ഏറ്റവും മാത്തമുള്ള പക്ക എന്ത്രോ ഒരു റായത്തെ കാണുമ്പോ മനസ്സിന് സമാധാന കിട്ടറായ ഏത്? അതല്ലേ ഞാൻ എന്റെ ഇണ്ടത്തെ വാളര സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ കേപ്പാട്ടിയത്. മദീനേക്കെ അമൻവർ ഹോ സാമനെ മേരെ ദിൽ സേ നിക്കൽ ജായേ സബ് ഗം ഔർ അന്ധേരേ. ആ മദീനത്തെ അർത്ഥാക്കണായ രൂപത്തിൽ അർത്ഥാക്കിയങ്ങ പെങ്ങളെ നിന്റെ വാട്സപ്പിടെ ഡീപ്പിൽ മദീനത്തെ കുബ്ബയിൽ നിങ്ങൾ മെയ്യാവാലേ. അങ്ങനെ ഒന്നുണ്ട. വാട്സപ്പിടെ പ്രൊഫൈൽ പിക്ചർ വന്ന സാർത്തക്ക് മദീനത്തെ പച്ച കുബ്ബ, വാട്സപ്പിടെ സ്റ്റേറ്റസിൽ പച്ച കുബ്ബ, ഇണ്ട് കാലി സ്റ്റേറ്റസിൽ മാത്രമുള്ള പച്ച കുബ്ബ, ഇണ്ട് കാലി വാട്സപ്പിടെ പ്രൊഫൈൽ പിക്ചർ ഡീപ്പിൽ മാത്രം പച്ച കുബ്ബ. ഇല്ല മോളെ ബാലക്കാര, നിന്റെ ഡീപ്പിൽ നിങ്ങ മെയ്യാവാലെ, നിന്റെ സ്റ്റേറ്റസിൽ നിങ്ങ മെയ്യാവാലെ. ആ പച്ച കുബ്ബ വേണായത് എവിടെ വന്നിട്ടുണ്ട? കൽബുലു പതിയാണ് പച്ച കുബ്ബ. അയല ഹസരത്ത് മുജദ്ദിദെ ദീനോ മില്ലത്ത് അഹ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി അലൈഹി റഹ്മത്തു വറിദ്വാൻ, ഇന്ത്യത്തെ ഉത്തർപ്രദേശില് ബലേൽവി ഷെരീഫിൽ മറപ്പെട്ട് കിടന്നിട്ടുള്ള മഹാന്. ആ മഹാന്റെ ചരിത്രത്തിൽ കണ്ട് വാർത്തു കുറക്ക മദീനത്തുക്ക് പോയോണ്ടില്ല എല്ലാ വേലാസ
ഏനെ വാ നിങ്ങളൊരു നസീബേ നസീബാ കുടിക്കോ കുടിക്കോ തിന്നറോ തിന്നറോ എന്തിരല്ല എന്തിരല്ല നിങ്ങൾ തിന്നറോ എന്തിരല്ല കുടിക്കടോ അള്ളാഹു പറക്ക് ഇതപ്പോ അങ്ങോ പെണിയും കൊടുത്തില്ല ഉമ്മമാർ കൊടുത്തിട്ടില്ലേ അമ്മ കിട്ടില്ലെങ്കിൽ ജാഗ്രത കൊതി തൊട്ടു പിന്നെ പണ്ടത്തെ പോലെ കൊതിയെടുക്കടങ്ങില്ല പണ്ട് കൊതിയെടുക്കടങ്ങിൽ നിന്നാറ് ഇണ്ടിപ്പ കറക്റ്റ് ക്രമപ്രകാര കൊതിയെടുക്കടങ്ങില്ല ഒന്ന് കൊതി തട്ടണ്ട അമ്മ ഇൻഷാ അല്ലാ അപ്പ അവ நான் சொல்ற விஷயம் மறக்கണ്ട മഹാന് ഞങ്ങ ഇപ്പൊ ഉള്ളവിടമേ ഉള്ള ഇവർ നോക്കർ ഞങ്ങ ഇപ്പൊ ഉള്ളവിടമേ ഉള്ള അതേ ടൈമിലു അല ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി അലൈഹി റഹ്മത്തുള്ളാഹി മഹാൻ എല്ലാ ബാലാസ് ഉണ്ടല്ലേ ബാലാസ് സ്വന്തം റായത്തെ മദീനത്ത് പോയി വന്നു ഇൻതുല അതെങ്ങനെ ഉസ്താദ് അങ്ങനെ എല്ലാ വാർത്ത അണ്ടു അത് അണ്ടു ഉണ്ടാകുമ്പോ എല്ലാ ഫ്ലൈറ്റ് ഉണ്ട് വരിക അതെ അണ്ട് കൽബ് കൊണ്ട് മദീനത്തുകരു പോക്കുണ്ടു ഈ ജപ്പ് കൊടിപ്പാടി വാദറ സ്വലാത്ത് വാർഷികത്തെ സദസ്സിൽ വെച്ചിട്ടിക്കുമ്പോലും ഓ മുഅ്മിനേ ഈ സദസ്സരെ ഞങ്ങൾക്കൊന്നും മദീനത്തുക പോവല്ലേ ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ പാമ്പ് അതരെ പൊത്തുക പോണ്ട പോലെ ഈമാനുള്ള ആൽമാര് എപ്പോഴും മദീനത്തുക പോണോട്ട് കൊതിക്കിടാറ് പണ്ട റബിയുള്ള പോലെ പഞ്ഞിണ്ട് അതേ മദീനത്തുക എത്തണോട്ട് ആസ ഉള്ളങ്ങ ഒന്ന് കൈവയ്ത്തറു നക്കാസ ഉണ്ടു അല്ലാഹുവേ നീ തൗഫീഖ് താ റഹ്മാനെ അതിലെ കയ്യില് പൈസ വേണോട്ടില്ല എത്ര വലിയ കോട്യാധിപതിമാരുള്ളാറ് എത്ര വലിയ ലക്ഷാധിപതിമാരുള്ളാറ് ഓണ് സിംഗാപ്പൂർ ഫാമിലി സമയത്ത് ചുറ്റി വന്നറാ ഓണ് UK പോയിടാ US പോയിടാ ഓണ് എല്ലാ മോത്തവും പോയിടാ സ്വന്ത ഫാമിലിയൊട്ടിಗೆ മദീനത്തുക പോയി പറകു കൊണ്ടായിട്ടില്ല എന്തേ പൈസ ഇല്ലാത്തത് കൊണ്ടാ US പോണ്ടത്ര പൈസ മദീനത്തുക വേണ്ടല്ലേ UK പോയി പണ്ടത്ര പൈസ മദീനത്തുക വേണ്ടല്ലേ പിന്നെന്തേ മദീനത്തുക പോണെങ്കിൽ പൈസ വേണുണ്ടല്ലോ മദീനത്തുക പോണെങ്കിൽ കൽബു മദീനത്തൊട്ടിക ഒരു കണക്ഷൻ വേണോ സ്വന്ത റായത്തിൽ ഇന്നെങ്കിലും പോലും മദീനത്തൊട്ടിക ഒരു കണക്ഷൻ വേണു അതല്ലേ മഹാന്മാര് ചൊന്ന് ആ മദീനത്തെ ഒന്ന് കാണുമ്പോ മനസ്സിലുള്ള എല്ലാരും ബേജാറും പോയി പോണ്ടു മനസ്സിലുള്ള എല്ലാ ദുഃഖം പോയി പോണ്ടു അതുകൊണ്ട് ഖൽബുൽ ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തൊട്ടി ഒരു കണക്ഷൻ വേണോ ഈ അബ്ബം മോലോ കുടുംബ സമേത മദീനത്തുക പോണ്ടാറ് അബ്ബടെ മനസ്സിലുള്ള റാസ മോലോ മദീനത്തുക കുട്ടിയോൻ പോയിട്ട് റായത്ത് എത്തിട്ട് മോലോ നിക്കാഹ് നടത്തണു അതാ റായത്ത് വന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആവിടൂ ഓ പെങ്ങളെ മങ്ങിലാവുക ഡേറ്റ് ഫിക്സ് ആക്കി വെച്ച പുതിയ പെണ്ണയുടെ ചരിത്രം ചൊന്നോണ്ടുള്ളൂ നടക്കാത്ത വിഷയല്ലോ ഇനി കൊറിയ നാല് കഴിഞ്ഞെങ്കിൽ ഓൺലി ഫ്യൂ ഡേയ്സ് റിമൈനിങ് കൊറിയ നാല് മാത്രം ബാക്കിയുള്ളൂ ആ കൊറിയ നാല് കഴിഞ്ഞെങ്കിൽ പിന്നെ ഈ മോല മങ്ങിലല്ലേ പക്ഷേ ബാപ്പം കുടുംബ സമേത മോലോ അതാ എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആവിടൂ എയർപോർട്ട് പർത്ത് ബണ്ടാറ് കാറുക ബത്തിട്ട് പോകുമ്പോ ആക്സിഡന്റ് ആവിടൂ ഈ പെണ്ണയുടെ ബാപ്പം മൗത്തായിട്ട് പുതിയ പെണ്ണും മൗത്തായാല് പുതിയ പെണ്ണും മൗത്തായാല് പുതിയ പെണ്ണും മൗത്തായാല് മല പണ്ടത് പറട്ടെ നിങ്ങൾ ഇപ്പൊ എതിരാവണ ഇക്കല്ലേ അത് അള്ളാവുടെ കളി എന്തിനാ കളി ഒന്നുണ്ടാ നാ നുപ്പാടെ ചൊന്നപ്പ നിങ്ങാರು എതിർ തെച്ചില്ലല്ലേ ഇത് ഇത് പണ്ട് ടൈം കൊണ്ടല്ലേ ഞങ്ങൾ അപ്പപ്പ കണ്ടോണ്ടിരുന്നിട്ടില്ല അത് കാണണമെങ്കിൽ ചമ്മ കളഞ്ഞോണ്ടിരുന്നത്
ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ അപ്പം അള്ളാഹു കാട്ട നോക്ക് എങ്ങനെയുണ്ട്, ഒരു കുർസ് പോലും ഗ്യാപ്പില്ല നോക്കല്ല. അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ബർക്കത്താക്കട്ടെ, അള്ളാഹു ഖൈർ തരട്ടെ. എന്താ ബേജാറായിത്താ? ബേജാറായിത്താ? അല്ല കുർസ് എതിർക്കും പറഞ്ഞ അപ്പൊ തെല്ല അവിടെ ചണ്ടി അവിടെ ഉണ്ടായെങ്കിൽ കുർസ് വേണേ തെല്ല് എതിർക്കുമ്പോൾ വേണേ. അള്ളാഹു താല ഈ മലയുടെ റഹ്മത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. ഇന്നലെ മല എന്താ? ഇല്ലല്ല. അപ്പൊ ഇന്റെ സമാരോപ്പല്ലേ അല്ലോ സാർ മല ലാസ്റ്റ് അതൊരു നല്ല ശുഭലക്ഷണ. ലാസ്റ്റ് ഉണ്ട് ഒരു മല അള്ളാഹു റഹ്മത്ത് തന്റെ ഉമ്മ ഞങ്ങളെ ഈ പ്രോഗ്രാം എല്ലാം വിജയിച്ചിട്ട് ചൊല്ലിയുള്ള തെളിവായിട്ടേക്കിടും അവിടെ അള്ളാഹു ബർക്കത്താക്കട്ടെ. ഞാൻ ചൊന്ന വിഷയം മറക്കണ്ട, ഞാൻ ചൊന്നോണ്ട് വന്നേ ആ അപ്പം മോലും നീ ഒന്ന് വിചാരിച്ചു നോക്കൂ. ആ മോല് പുതിയ പെണ്ണല്ലേ, ആ അബ്ബടെ മനസ്സിലുള്ളൊരു ആശ ആയിട്ടിന്ത് ഈ മോല കായുന്ന റായത്തില് ചന്തത്തില് നടത്തണു. അതൊക്കെ മദീനത്തെ നങ്ങ ഭർത്താവണു. പക്ഷേ ആക്സിഡന്റില് പെട്ടിട്ട് അബ്ബും സുബ്ഹാനല്ലാഹ് കായിന്തക്ക് ദൈക്കണായ ബാപ്പവും ആ ബാപ്പയുടെ മോലായ പുതിയ പെണ്ണു മറിച്ചു പോണ്ടാറ്. അല്ലാഹുവേ നീ അങ്ങനെ ഖബർ വിശാലാക്കു റഹ്മാനെ. ആ കുടുംബത്തിക്ക് നീ ചെമ്മ സമാധാന കൊടുക്കല്ലോ. പാലക്കാറാ നണ്ട മരിപ്പ് അല്ലാഹു ഏത് ടൈമില് ഏത് തിങ്ങല് ഏത് പക്കത്തില് വെച്ചിറാണ്ട് കൊത്തില്ല. നിന്റെ മരിപ്പ് അല്ലാഹു എവിടെ വെച്ചിറാണ്ട് കൊത്തില്ല. മരിക്കിടതറ മുന്നോലു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊസിപ്പെടുത്തുക വേനായിട്ട് തങ്ങളെ ദീനുക വേനായിട്ട് നാനെന്തെങ്കിലും ഒന്നാക്കണു. ഞങ്ങളെ റായത്തെ പള്ളിടൊട്ട വലിയ സമ്പർക്ക വയ്ക്കണു. ഞങ്ങളെ റായത്തില് ഞങ്ങൾക്ക് യാര ഇഷ്ടപ്പെട്ട ഒരു കട്ടട ഏതായിട്ടിക്കണു അത് ഞങ്ങളെ റായത്തെ പള്ളിയായിട്ടിക്കണു. ഇതാ കൊടിപ്പാടി ജമാഅത്തിലുള്ളൊരു പാലക്കാര എപ്പോഴും പള്ളിടൊട്ട ഒരു സമ്പർക്ക വെച്ചാണ്ട് കണ്ടെങ്കില് അവിടെ യാര കൊസിയാവിടെ ആറുക അബ്ബ കൊറുമോത്തു കൊസിക്കു, ഉമ്മ കൊറുമോത്തു കൊസിക്കു, ജമാഅത്ത് കമ്മിറ്റിയുടെ കൊറുമോത്തു കൊസിക്കു, ഉസ്താദ് കൊറുമോത്തു കൊസിക്കു. ആയെങ്കും എല്ലാത്ത കാട്ടി യാര കൊസി ആറുക മദീനത്തിൽ കിടന്നിട്ടുള്ള നേതാവ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മെയാവാല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റൗള ശരീഫിടെ ഉൽഗത്തെ അതാ ചിരിച്ചോണ്ടുണ്ടു. കൊടിപ്പാടി ജമാഅത്തിലുള്ള പാലക്കാറുക അങ്ങനെ റായത്തെ പള്ളിടൊട്ട അങ്ങ വലിയ സമ്പർക്ക വെച്ചാറല്ലേ. തങ്ങുകിത് കാണുമ്പോ വലിയ സന്തോലാവുടു. മാസിൻ ബിൻ ഖദൂബ റളിയല്ലാഹു അൻഹു ആ മഹാനദാ ഒമാനിൽ വന്നിട്ട് പള്ളി ഉണ്ടാക്കിട് എല്ലാ ആൽമാരെ ദീനക കൊണ്ട്. എന്നിട്ടതാ രണ്ടാമതായിട്ട് മഹാന്റെ മനസ്സിലൊരു ആസ നക്ക് പാടെ മദീനത്തുക പോണു. തങ്ങളട്ട പോയിട്ട് നബിയെ നണ്ട ഒമാന് ചൊല്ലറായത്തില് തങ്ങളെ ദീനായ ഇസ്ലാമിയുടെ നാണ് പ്രചാര ആക്കിരാജൊന്നിട്ടു തങ്ങൊരു ഗുഡ് ന്യൂസ് കൊടുക്കണു. ആ മാസിൻ ബിൻ ഖദൂബ റളിയല്ലാഹു അൻഹു പാടെ മദീനത്തുക പോണ്ടു. ആരെ കാണുക പോണ്ട പാലക്കാറാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക പോണ്ടു. എന്നിട്ടതാ തങ്ങളൊട്ട ചൊല്ലു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ നാണം ഒമാനുക പോയിട്ട് ഒന്നാമത്തെ പള്ളി കെട്ടുപാട്ടിയ നബിയേ ഇണ്ട് ഒമാനില് പള്ളി ഉണ്ടു നബിയേ. ഒമാനിലുള്ള എല്ലാ ആൾമാര് നാന് ദീനുക കോന്ന നബിയേ. ഇത് ചൊല്ലുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖ പളപളാട്ട് അല്ലെങ്കിലേ ആ മുഖ ഭയങ്കര വെളിച്ചുള്ള മുഖല്ലേ, അല്ലെങ്കിലേ ആ മുഖ ഭയങ്കര പ്രകാശമുള്ള മുഖല്ലേ. ഇത് കേൾക്കുമ്പോ തങ്ങളെ മോത്തുലു വലിയ കൊസി വന്നു പോയിട്ട് ആ മാസിൻ റളിയല്ലാഹു അൻഹു തങ്ങുക മക്ക ഇന്നല്ല എന്ത് വിഷയ വരുമ്പോലും ഞങ്ങൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട ചൊല്ല തങ്ങളൊട്ട ഞങ്ങൾ
മാത്രമല്ല വിഷയ ചൊല്ല. എന്തേ കാരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹയ്യു യുർസഖു. നിന്റെ വാല് കേക്കട ഉമ്മമാര്, എത്ര കഷ്ട ഇന്നെങ്കിലും നിങ്ങളെ കഷ്ട കാണുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉണ്ടു, തങ്ങ ഹയാത്തുലുണ്ടു. യുർസഖു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യു യുർസഖു. തങ്ങ വഫാത്തായിട്ടിന്നെങ്കിലും തങ്ങ ഹയാത്തുണ്ടു. നിങ്ങ ഉഡ്ര സലാമു എന്നെങ്കിൽ ഫഅറുദ്ദ അലൈഹിസ്സലാം. ആ സലാമുകൊന്നാണ് റിപ്ലൈ തണ്ടാ ചൊന്നുല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്ത് കഷ്ടപ്പാട് കാണുക തങ്ങ ഉണ്ടു. അതുകൊണ്ടല്ലേ മാസിൻ തങ്ങ പോയിട്ട് നബി തങ്ങളൊട്ട ജന്തു സല്ലല്ലാഹു നബിയേ, നാണും നിന്റെ പെണ്ണയുടെ മങ്ങിലായിട്ട് എത്ര മാട്ടയുമായിട്ട് നക്കൊരു കിടാവായിട്ടില്ല നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മാസിൻ തങ്ങ ഒരു കിടാവാവുക ദുആർക്കിട്. അങ്ങനെ അല്ലാഹു തആല ഒരു ആണ് കിടാവിടെ കൊടുത്ത നാ ചൊന്ന വിഷയ. ആ മാസിൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ബാലക്കാരങ്ങളെ, ചരിത്രത്തിലെ മെയിൻ പോയിന്റ് മറക്കണ്ട. ഈ ചരിത്രത്തിലുള്ള മോറൽ എവിടെ ഉണ്ട് ചൊല്ലത് മറക്കണ്ട. മാസിൻ റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊസിപ്പെടുത്തിയ എങ്ങനെ, തങ്ങളെ സന്തോഷിപ്പിച്ച എങ്ങനെ, തങ്ങളെ ദീന് പ്രചാര ആക്കിയത് കൊണ്ടല്ലേ, പള്ളി കെട്ട് പാട്ടിയത് കൊണ്ടല്ലേ. അതുകൊണ്ട് നന്റെ തടി കൊണ്ടിട്ടുന്നാണ് അധ്വാനിക്കണോ. എന്തിക അധ്വാനിക്കണോ? അല്ലാഹുടെ ദീന് പ്രചാര ആക്കുക അധ്വാനിക്കണോ. അല്ലാഹു തന്ന ആഫിയത്ത് അത് ദീന് പ്രചാര ആക്കുക അധ്വാനിക്കടതൊരൊട്ടിಗೆ. അല്ലാഹു നമുക്കതുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിക്കുള്ള പിർസപ്പാട് ചൊന്നെങ്കിൽ എന്തൊരു പിർസ, ഏറ്റവും വലിയ പിർസ എന്തിനെ? അതിനപ്പുറം വേറെ എന്തുമില്ല. സുന്നത്ത് ഫോളോ ആക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുന്നത്ത് ഫോളോ ആക്കുക അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലേ, ഈ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലേ, ചിലപ്പോ ഒരു ആമി ഏതാ ഒരു കിടാവിടെ ആമീനും ഉണ്ടായിട്ടിരിക്കും അങ്ങ് നല്ല അവിടെ അങ്ങനെല്ലാം ഉണ്ടോ. അല്ലാഹു അതൊക്കെ ഭാഗ്യം തരട്ടെ. സുന്നത്ത് ഫോളോ അതിനെക്കാണ്ടി വലിയ വേറെ എന്തും ഇല്ല. ഒരു സുന്നത്ത് ചൊല്ല ഉമ്മ കേക്ക്, ഒരു സുന്നത്ത് ചൊല്ല, ഒരു സുന്നത്ത് എന്തിനൊന്നുണ്ടാ. ഉളുവെടുക്കുമ്പോ ഒരു സുന്നത്ത് ചൊല്ല. ഈ സുന്നത്ത് ഇനി പിന്നെ ഫോളോ ആക്കും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഉളുവെടുക്കുമ്പോഴത്തെ സുന്നത്ത് എന്തിനാ ഒന്നുണ്ടാ. നാളെ ആഖിറത്തിൽ വരുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നാനിങ്ങളെ കാത്തോണ്ടിക്കടവാ അവിടെ കാണാൻ, നാനിങ്ങളെ കാത്തോണ്ടിക്കട അവിടെ കാണാ. അന ഫറത്തുകും അലൽ ഹൗൽ. തങ്ങ ചൊന്തു നാ നിങ്ങളെ കണ്ടിട്ടില്ലല്ലേ, സ്വഹാബത്ര നാ കണ്ടേ. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തങ്ങളെ കാലത്ത് ജീവിച്ചങ്ങ. ഈ കൂട്ടത്ത് ആരെങ്കിലും തങ്ങളെ കാലത്ത് ജീവിച്ചങ്ങുള്ളാരൊന്ന് കൈ വയ്ത്തോറ് നോക്കാം. വർക്കലല്ല യസർത്തില് ഉള്ളാര ആരും ഇല്ല. അപ്പ തങ്ങ ഞങ്ങളെ കാണുക കൊതിച്ചോണ്ടുണ്ടു. എന്നിട്ട് തങ്ങ ചൊന്തു അന ഫറത്തുകും അലൽ ഹൗൽ. നാന് നിങ്ങളെ ഹൗദുൽ കൗസറ മുട്ട വെയിറ്റാക്കിയോണ്ടുള്ള, നിങ്ങളെ നാണ് കാത്തോണ്ടുള്ള. ഓ ബാലക്കറ, മൈക്കാലത്തെ ഏതാ ഒരു മോളില് നിന്റെ ഗേൾ ഫ്രണ്ട് കാത്തോണ്ടിക്കിടത് കാണുമ്പോ നീ അവളുടെ സന്തോഷിപ്പിക്കുക പോയിട്ട് അവളുടെ മുട്ട പോയിട്ട് നിക്കിടത് എന്ത്ര സുഖലാ, എന്ത്ര സന്തോളലാ. നിന്റെ വാലുകേക്കിട പെങ്ങളെ, ഇത് നാന് ചൊല്ലുമ്പോ നിങ്ങൾക്കൊരു ഇറിറ്റേറ്റ് ആയിട്ട് ഫീൽ ആവണ്ട. ഇണ്ട് മനുഷ്യന്മാര് നല്ലങ്ങമേ, പക്ഷേ പരിസര ബെടക്കായി പോയിട്ട് പെങ്ങളെ. എത്ര നല്ല ആള് പോലും തെരുതപ്പെട കാലല്ലേ, കയ്യില് മൊബൈലുള്ള കാലല്ലേ. ആറും നാണൊരു 100% ക്ലിയർ ചൊന്നിട്ടു. ഏത് ആണുക ഇണ്ടത്തെ കാലത്തില് ചൊല്ലുക തീരൂ, ഏത് പെണ്ണുക ചൊല്ലുക തീരൂ. ആയെങ്കും ഞങ്ങൾക്കൊറിയ അർത്ഥാക്കണായതല്ലേ. ഓ പെങ്ങളെ, അതാ നിന്റെ ഒരു ബോയ് ഫ്രണ്ട് ഏതാ ഒരു പക്കത്തില് അവനും നിണ്ടും കൂടി വെയിറ്റ് ആക്കിയോണ്ടുള്ള അവന്റെ ബേജാറാക്ക് പാട്ടാണ്ടിക്കുകനായിട്ട് അവന് ചൊന്ന അതേ ടൈം നീൻ അവിടെ എത്തില്ലേ പെങ്ങളെ. ഇത് യന്ത്ര ദുനിയാവൊടി, ഇതൊരു നാശ പിടിച്ച ദുനിയാവല്ലേ. അതേ ടൈമിലും നണ്ടും നിണ്ടും കാത്തോണ്ടുള്ളൂ.
ഗേൾ ഫ്രണ്ട് അല്ല, ബോയ് ഫ്രണ്ട് അല്ല. അന ഫറതുകും അലൽ ഹൗദ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നന്റെ കാത്തോണ്ടുണ്ടു. ഹൗലുൽ കൗസർ മുട്ട നിന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങളെ കാത്തോണ്ടുണ്ടു. ഒന്ന് അവിടെ പോയിട്ട് നക്കൊന്നു നിക്കുകവണ്ടേ, ഒന്ന് നിങ്ങൊന്നു പോയി നിക്കുകവണ്ടേ. ഇന്നത്തെ സദസ്സ് ഞങ്ങൾക്ക് അതൊക്കെ കാരണമാവണു. നാനിപ്പ ചമ്മവാതു ചൊല്ലുക ടൈമില്ല. ഇന്നത്തെ വാതുറ ബാക്കി ഇൻഷാ അല്ലാഹ് നാലത്തെ നണ്ട വാതുറ സദസ്സുക നീട്ടി വയ്ക്കണേ. പക്ഷെ ഇന്നത്തെ സദസ്സിലൊരു പോകുമ്പോ ഞങ്ങ ഒരു പ്രതിജ്ഞ എടുക്കണു, ഞങ്ങ ഒരു നിർദ്ധാര എടുക്കണു, ഞങ്ങ ഒരു തീരുമാനം എടുക്കണു. അതേ ബാപ്പ ഓർമ്മോത്ത് കാത്തോണ്ടുണ്ടോണ്ട് ചൊല്ലുമ്പോ മക്ക ഓടിപ്പോണ്ടില്ലേ മക്കള്? ഉമ്മ ഓർമ്മോത്ത് കാത്തോണ്ടുണ്ടോ ചൊല്ലുമ്പോ അതേ മക്ക ഓടിപ്പോണ്ടില്ലേ? മാപ്പല കാത്തോണ്ടുള്ളാല് ചൊന്നിട്ടു, മാപ്പല കാത്തോണ്ടുള്ള ചൊന്നിട്ടു. അതേ ഉമ്മമാരെ, നിങ്ങൾക്ക് മക്കൾക്ക് റജ കിട്ടിട്ടിതാ ഇനിയിപ്പ എക്സാം നടന്നോണ്ടുണ്ടു. ആ എക്സാം നടന്നോണ്ടിരിക്കുമ്പോ എക്സാമുകൾ നിങ്ങൾ ഒരു 10 14 ദസറ റജ കിട്ടുവല്ലേ? അപ്പൊ നിങ്ങൾ ഔത്തുക പോവാറ്. അപ്പൊ ചിലപ്പോ മാപ്പിളുടെ ഔത്തിലിക്കുക എങ്കിലാ മാപ്പല അവിടെ യന്ത്രാക്കിയോണ്ടുണ്ടു. സമാ തിന്നോ കിട്ടിത്തായില്ലേ? നാണ് നണ്ട ല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മടട്ട ചൊല്ല നക്കൊന്നു വേഗ പോണു. ഉമ്മ മാപ്പിള അവിടെ ഉണ്ടല്ലേ, നക്കൊന്നു വേഗ പോണു. അല്ലടി എന്തടി എനിക്ക് ഇത്തര അമസറ ഇനിയോ റജ ഉണ്ടല്ലടി? ഒക്കെ അയാൾ അവിടെ ഓർത്തല്ലേ തിന്നുക എന്താക്കിത്താ കുടിക്കുക എന്താക്കിത്താ. മാപ്പിള കാത്തോണ്ടിക്കുമ്പോ മാപ്പിളയുടെ മുട്ട പോകോ ഇൻട്രസ്റ്റ് കാട്ട പെണിങ്ങ അല്ലേ? ഇതുപോലെ അതേ എത്ര നെയ്ക്കുക പോയെങ്കിലോ, എത്ര വലിയ ബാണ്യത്തൗണായെങ്കിലോ ഒരു സുബൈക പോയിട്ട് ജാവുക വാപ്പാസ് ഔത്തുക പറയുമ്പോ എന്തൊരാശ അല്ലേ, എന്തൊരു ആഗ്രഹ അല്ലേ? പെഞ്ഞൈ നണ്ട കാത്തോണ്ടുള്ള ഒരു സുബൈക പോയെന്നാണ് നണ്ട ഔത്തുക വാപ്പാസ് പറയുമ്പോ നന്റെ പെഞ്ഞൈ നണ്ട കാത്തോണ്ടുള്ളാല് ചൊന്നിട്ട് വാപ്പാസ് പറയുമ്പോ എന്ത് കൊസിയല്ലേ? ഇത് മാപ്പല അല്ലല്ലേ, ഇത് പെഞ്ഞയല്ലല്ലേ? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ലുന്നൊക്ക അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ ലബ്തുഹി വൽ ഹബീബിൽ ആറബി. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലോ. എല്ലാ നബിമാർക്കും ഒരു ദുആ ഉണ്ട്. സമാഗമന വെച്ച് കേക്കൊരു നന്റെ നിസ്കാര എന്തും വയ്യാവാല, നിങ്ങളെ ഇബാദത്ത് എന്തും ആവാല, നിങ്ങ ചൊന്ന ദിക്ർ എന്തും ആവാല. ഓ ഉമ്മ നിങ്ങമേ ഒന്ന് ഗമന വെച്ച് നോക്കൊരു. കൈയുടെ ബെർലില് കൗണ്ടർ ഉണ്ട്. ഒട്ടിക ഇൻസ്റ്റാഗ്രാമില് വേറെ റീൽസ് നോക്കിയോണ്ടുള്ളാറ്. ഇങ്ങനെ റീൽസ് നോക്കിയിട്ട് തസ്ബീഹ് ചൊന്നത്, ആ തസ്ബീഹ് റബ്ബുക അഗത്യ ഉണ്ടാ? ആ ചൊന്ന ദിക്ർ റബ്ബുക അഗത്യ ഉണ്ടാ? ആ തസ്ബീഹല്ലേ ഞങ്ങളെ ഇണ്ടത്തെ കാലത്തെ തസ്ബീഹ്, ആ ദിക്റല്ലേ ഞങ്ങളെ ഇണ്ടത്തെ കാലത്തെ ദിക്ർ, ആ ഖുർആനോത്തല്ലേ ഞങ്ങളെ ഇണ്ടത്തെ കാലത്തെ ഖുർആനോത്തു. അതേ ടൈമിൽ അതെന്തുവല്ല ഞങ്ങൾക്ക് പ്രതീക്ഷ ഉള്ളത് ഒന്ന് മാത്ര, അത് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു നോക്കൊരു. നിങ്ങ ഞങ്ങളെ സമാധാന ആക്കണത് നോക്കൊരു. നിങ്ങ ഒരു പെഞ്ഞെ ടെൻഷനിലേക്കുമ്പോ സമാധാന ആക്കണേതാറ്? ആര് ചൊല്ലറ് നോക്ക? ഒരു പെഞ്ഞെ ബാര് ടെൻഷനിലുള്ള ഒരുമത്ത് നോക്കുമ്പോ മാമിര കിരിക്കിരി സഹിക്കുകയില്ലേ? അപ്പ അവൾക്ക് സമാധാനം കൊടുക്കണേ ആര് ചൊല്ലറ്? മങ്ങിലാവാത്ത ഓണ് ചൊന്നുള്ള മാപ്പിളാണ്. ಅವನು ಗೊತ್ತುಂಡು ಅವನ ಹಬ್ಬ ಅವನ ಉಮ್ಮಡ ಸಮಾಧಾನ ಆಕಡೆ ಅಲ್ಲ ಗರ್ಮೆ ಕುಚು ಕುಚು ಹೋತಾ ಹೇ ಅಲ್ಲ ಅವನು ಗೊತ್ತುಂಡು ಅದು ಒಕ್ಕಿಯಲ್ಲಿ ವಿಷಯ ಲೇ ಸ್ವಂತ ಔತುಲು ನಾನಿಂದ ಬೆರ್ದೇന്നുണ്ടಲ್ಲ ಆಣಿಗೆ ಅರ್ಥ ಹಾಕೋಣ ವಿಷಯ ಉಂಡು. ಸ್ವಂತ ಔತುಲು ಮಾപ്പിളയുടെ ഉമ്മട കൊണ്ടിട്ട് പെഞ്ഞേക്ക് കിരികിരി
എങ്കിൽ ഈ മാപ്പിളം കൂടി കിരിക്കിരി ഉണ്ടായെങ്കിൽ പിന്നെ ഈ മാപ്പിളയുടെ നമ്പർ ഓൾ മൊബൈലിൽ ആഡ് ആക്കുമ്പോ കിരിക്കിരി ആഡ് ആക്കാണ്ടിരിക്കുമല്ല. എങ്ങനെ ഉണ്ട് മൊബൈലിന് പേരിട്ട് മെല്ലെ ഒന്ന് നോക്കറു പോയിട്ട് നാ വെറുതെ ഒന്നുമല്ല. നന്റെ പെഞ്ഞയുടെ മൊബൈൽ എങ്ങനെ നക്കുന്നുണ്ട് അത് കിരിക്കിരിന്റെ എന്തും ഇല്ല. നാ ഇക്കടമേ കയറോടിയല്ല അപ്പൊ കിരിക്കിരില്ല. അപ്പൊ നാ ചെന്നോണ്ട് വന്ന് ഇക്കട കയറി ഔത്തിലിക്കല്ലാണ്ട് എന്തും അല്ലവാ ഇനി അങ്ങനെ വരിക്കണ്ട. അപ്പൊ നാ എവിടെ വാത് പോയെങ്കിൽ ഒത്തുക്ക് എത്ര അങ്ങനത്തെ സ്വഭാവം. എവിടെ വാത് പോയെങ്കിൽ ഒത്തു വീണ്ടും വാത് നേരെ ഒത്തു നാലത്തെ വാത് കഴിഞ്ഞാൽ ഒത്തു അകം ദർശു മുട്ടല്ലേ അപ്പൊ തല വെച്ചില്ലല്ലേ ഔത്ത് പോയെങ്കിൽ സുബൈ ജമാഅത്തേക്ക് ദർശക മുട്ട പള്ളിക്ക് പോക ദർശക. അപ്പൊ നാ ചൊന്ന വിഷയം മറക്കണ്ട. സമാധാനാക്കണേതാര് പെണ്ണിങ്ങ കുത്തി മാപ്പിളമേല്ലേ അതേ മാപ്പിളമേ ഉമ്മടൊട്ട സേരിട്ട് അവന്റെ ഉമ്മടൊട്ട സേരിട്ട് പെഞ്ഞയുടെ കിരികിരി ആക്കണെങ്കിൽ ഓൾ പിന്നെ സമാധാനത്തോടെ എവിടെ പോണു ഓൾ ആറട്ട് ചൊല്ലണോളുടെ കഷ്ട. അതുകൊണ്ട് ഉമ്മയുടെ മനസ്സ് മുമ്പിലാക്കണ്ടല്ല ഓളുടെ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ നെയ്പാട്ടിന് സമാധാനിപ്പിക്കണം. മൊബൈൽ നോക്കിയമേ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കിയമേ ഫേസ്ബുക്ക് നോക്കിയമേ ഇൻസ്റ്റാഗ്രാം നോക്കിയമേ ഞങ്ങളെ ചുറ്റുമുത്തു പെഞ്ഞയുടെ മുഖതെല്ലാം നോക്കാം ഞങ്ങളെ ചുറ്റുമുത്തുള്ളതെല്ലാം നോക്കാം അങ്ങനെ സമാധാനിപ്പിക്ക. അള്ളാഹു തൗഫീഖ് തരട്ടെ അല്ലേ. മാപ്പിളക്ക് അങ്ങനെ ഒന്നിക്കു പെഞ്ഞെ സമാധാന തണ്ടോളുള്ളാല് പെഞ്ഞെ കൊന്നിക്കു മാപ്പിള സമാധാന തണ്ടാലുണ്ടു എങ്കിൽ ഞങ്ങാറ് സമാധാന തരണു. നന്റെ ആഖിറത്തെ ಬಗ್ಗೆ നന്റെ പെഞ്ഞെ സമാധാന തന്നെങ്കിൽ നക്ക് മെയ്യ. നിങ്ങളെ ആഖിറത്തെ ಬಗ್ಗೆ നിങ്ങളെ മാപ്പിളമാര് സമാധാന തന്നെങ്കിൽ മെയ്യ. എങ്കിൽ സമാധാന തരുണായ നേതാവ് തന്നോണ്ടുണ്ടു. അതായിട്ടിക്കടെ ഇണ്ടത്തെ വാദറ സ്റ്റാർട്ടിങ്ങിൽ നാണ് ഓതിട്ട് കേപ്പാട്ടിയ ആയത്ത് ഇൻതു അദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുടൊട്ടിಗೆ നബി തങ്ങ ചൊല്ല നോക്കറു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ നിന്റെ അടിമകളെ നീ ശിക്ഷിച്ചെങ്കില് നിന്റെ കേക്കിടൗണില്ല. നൗഫൽ സഖാഫി ഒരു മാറ്ററിൽ ഒരു പോയിന്റിൽ വാതു ചൊല്ലുമ്പോ എന്തേ നീ അങ്ങനെ ചൊന്നോട്ട് കേക്കിടൗണിക്കുക. അതേ ടൈമില് പടച്ചറപ്പടെ ക്വസ്റ്റ്യൻ ആക്കിടണു. ആരെങ്കിലും ബെൽഞ്ഞിറണ റബ്ബുടെ ക്വസ്റ്റ്യൻ ആക്കുക മാത്രം ആരെങ്കിലും ആയിടണ. ഇൻതു അദ്ദിബുഹും വ ഇന്നഹും ഇബാദുക്. റബ്ബേ നീ നിന്റെ അടിമകളെ അങ്ങ ആക്കിയ തപ്പുകൊണ്ടു അങ്ങനെ നീന് എത്ര ശിക്ഷിച്ചെങ്കിലും നിന്റെ കേക്കുക പറകു താക്കത്തുള്ള ഉണില്ല. കാരണം അങ്ങ നിന്റെ അടിമങ്ങ അല്ലേ അല്ലോ. വഇൻ തഗ്ഫിർ ലഹു ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. പക്ഷേ റബ്ബേ നീനമീ തങ്ങക്ക് മാപ്പാക്കി കൊടുത്തെങ്കിൽ റബ്ബേ നീ വലിയ ഇസ്സത്തുള്ളവണല്ലേ നീ വലിയ ഹിക്മത്തുള്ളവണല്ലേ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്ക് ബാലക്കാറാ എന്ത് ദുനിയാവുലാ തങ്ങളെ വിട്ടിട്ടൊരു ദുനിയാവില്ലലാ. എന്ത് വൈവാട്ടിലാ എന്ത് നെയ്പ്പുലാ തങ്ങളെ വിട്ടിട്ടൊരു വൈവാട്ടില്ല തങ്ങളെ വിട്ടിട്ടൊരു നെയ്പ്പില്ല. എന്ത് പർച്ചേസിംഗ് പെങ്ങള് എന്ത് ഷോപ്പിംഗ് മോള് പെങ്ങള് തങ്ങളെ വിട്ടിട്ടൊരു പർച്ചേസിംഗും ഇല്ല. ഈ ആയത്ത് വന്നപ്പോ ഹബീബായ തങ്ങ തെച്ചിട്ട് പുൽപ്പുടകു സുറാക്കിടല് ഏങ്കർത്തിട്ട് പുൽപ്പൊടു കണ്ണ് ചോപ്പായി പോണ്ടു. ആ ചന്തത്തെ മുഖ യന്ത്ര മുഖ അത് ഈ മുഖമാ യന്ത്ര ചന്തത്തെ മുഖ. ദുനിയാവില് എല്ലാരും മുഖ കാന്നു വെച്ചെങ്കിലും ആ ചന്തത്തേക്ക് എത്തുക അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ നോക്കിട്ട് ചൊന്നില്ലേ വഅഹ്സനു മിൻക ലം തറ ഖത്തു ഐനൂൻ വഅജ്മലു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. നബിയേ തങ്ങളെ കാട്ടി നല്ല ഒരാള് ഇണ്ടുത്തോലും നന്റെ കണ്ണുണ്ടല്ല ഐനുൻ ദുനിയാവിൽ ഒരേ ഒരു കണ്ണു പോലും തങ്ങളെ
തങ്ങളെ പാട്ടി നല്ല ഒരാളെ കണ്ടിട്ടില്ല നബിയേ. വഅജ്മല മിൻക ലൻ തലിദിൻ നിസാഉ. മൈക്കാലത്തെ ജപ്പ് കൊടിപ്പാടിയുടെ പെണിങ്ങ അല്ല, കളസത്ത പെണിങ്ങ അല്ല, മൈക്കാൽ തങ്ങല്ല, തന്റെ ചിക്കമകളൂറല്ല. ദുനിയാവുടെ ഒരേ ഒരു റായത്തെ പെണ്ണുപോലും തങ്ങളെ കാട്ടി ചന്തത്തെ ഒരു കിടാവുടോ പെത്തിട്ടില്ല നബിയേ. അല്ലേ ഇണ്ട് നിങ്ങൊന്ന് നോക്കൂ. അതേക്ക് എന്തേ ചന്ത എന്നെങ്കിലും എന്തെങ്കിലും ഒരു വീക്ക്നെസ് ആ മനുഷ്യയുടെ ബോഡി ലാംഗ്വേജിൽ കാണോ? എല്ലാം ഉണ്ട്. അതും കൂടി ഇന്നെങ്ങൊന്ന് സമായിറാന്തിണ്ട് ചൊല്ലല്ലേ. അതേ ടൈമില് ഹബീബായ തങ്ങള് തടിയിൽ ഒരു മൈനസ് റിമാർക്കുമില്ല. അതല്ലേ ഹസ്സാനുബിന് സ്ഥാപിച്ചു തങ്ങൾ ചൊന്നു, കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. തങ്ങ എങ്ങനെ വീണോട്ട് തങ്ങ വിചാരിച്ചിറാറ അങ്ങനെമേ അല്ല തങ്ങളെ പടച്ചിറല്ലേ നബിയേ. ആ ചന്തത്തെ നേതാവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കണ്ണുലും ധാരധാരായിട്ട് കണ്ണട തന്നെ എത്തിയോട്ടുണ്ടു. ആ പളപളാട്ട് മിനുങ്ങിയോട്ടുള്ള മുഖം ഉണ്ടല്ലേ, ആ മോത്തുലിങ്ങനെ കണ്ണട തന്നെ എത്തിയോട്ടിക്കുമ്പോ അല്ല കടത്തിട്ട് പോരൂ ജിബ്രീൽ. നന്റെ ഹബീബ് ബുൽപുട്ടോട്ടുണ്ടു. സാമാന്യ ബുൽപ്പല്ല, ഏങ്കർത്തിട്ട് ബുൽപുട്ടോണ്ടുണ്ടു. പോയി കേക്കറു നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം മണ്ട് നബിയേ എന്തിക ബുൽപുട്ര നബിയേ. തങ്ങ ബുൽപുട്ടെങ്കിൽ അല്ലാഹു സൈക്കില്ല നബിയേ. ദുനിയാവിലും നങ്ങ എത്ര ബുൽപുട്ടെങ്കെന്തോ ഹബീബായ തങ്ങ ബുൽപുട്ടെങ്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സദിക്കില്ല നബിയേ. എന്തിക ബുൽപുട്ടോട്ട് ചൊല്ലൊരു നബിയേ. നന്റെ ഉമ്മത്തിങ്ങളെ നെരിച്ചിട്ട് ബുൽപുട്ടോട്ടുള്ളൂ. നന്റെ ഉമ്മത്തര അല്ല ശിക്ഷിക്കുവാനാ ജിബ്രീൽ അലൈഹിസ്സലാം. ബാപ്പ മക്കളെ എത്രേ പിർസവിച്ചെങ്കിലും, ഉമ്മ മക്കളെ എത്രേ പിർസവിച്ചെങ്കിലും ആഖിറത്തിൽ നന്റെ മോണ്ട നിരിച്ചിട്ട് കണ്ണട തണ്ണീത്ത് വാട്ടർ എത്ര അപ്പമാറുള്ളാറ്. ആഖിറത്തെ മോല അവസ്ഥ നിരിച്ചിട്ട് കണ്ണട തണ്ണീത്ത് വാട്ടർ എത്ര ഉമ്മമാറുള്ളാറ്. ഇത് നോക്കൂ നിങ്ങ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം നന്റെ ഉമ്മത്തിങ്ങളെ അല്ലാഹു ആഖിറത്തിൽ ശിക്ഷിക്കുവാനാ ജിബ്രീൽ. അത് നിരിച്ചിട്ട് മുൽപുട്ടുണ്ടല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പോണ്ടു. അല്ലാഹുടട്ട ചൊല്ലു, നബിയേ കേസ് ബാര നബിയേ, കേസ് ബാര റബ്ബേ. അല്ലാ ഉമ്മത്തിങ്ങളെ നീ ശിക്ഷിക്കിടാതൊന്നിട്ടു. അതാ ബേജാറിലും നൊമ്പലത്തിലും ഉൾപ്പെട്ടുകൊണ്ടുള്ളൂ. പോരു ജിബ്രീലേ, നന്റെ ഹബീബിടെ നൊമ്പലാക്കിയിട്ട് നക്ക് നന്റെ ഒരു അടിമേടോ ശിക്ഷിക്കണോട്ടില്ല. അല്ലടെ പൽക്ക നോക്കൊരു നിങ്ങ. ഇതര അപ്പുറത്തെ ഒരു സമാധാന ഏത് വാലര ഉസ്താദ് ഏതര വാലര സ്റ്റേജില് തറകു തീരൂ. എത്ര വലിയ വാലര ഉസ്താദ് വന്നെങ്കിലോ, എത്ര ഗണ്ടകട്ടലെ തൊണ്ട പൊട്ട് പാട്ടിട്ട് വാലുകളുടെ ഉസ്താദ് വന്നെങ്കിലോ ഇതര കാട്ടി സമാധാനത്തെ ആശ്വാസത്തെ സന്തോലത്തെ പൽക്ക തറകു വേറെ ഉണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാമുടെ ഒട്ടിക അല്ലാഹുവിന്റെ നോക്കോരു. പോരു ജിബ്രീലേ അലൈഹിസ്സലാം നന്റെ ഹബീബിടെ മുൽപ്പെടുവാട്ടണ്ട, നന്റെ ഹബീബിടെ മുൽപ്പെടുവാട്ടണ്ട. പാലക്കാര സുബഹി ജമാഅത്ത് പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ നീ നിന്റെ ഔത്തുല് കൂർക്ക വലിച്ചിട്ട് ഉറങ്ങല്ലടാ. ഹബീബ് തങ്ങ മുൽപ്പെട്ടുകൊണ്ടുണ്ട് റൗള ശരീഫിലു. എന്തികളാ നീന് മുൽപ്പെടുവാട്ടിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? എന്തിക നീന് മുൽപ്പെടുവാട്ടിയ തങ്ങളെ? തങ്ങ നിന്റെ മുൾപ്പെടുവാട്ടിറ. നീന് മുൾപ്പെടുற നാളില് നിന്റെ കുസിപ്പെടുത്തുற നേതാവല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ നീൻ എന്തികളപ്പാ മുൾപ്പെടുവാട്ടോ? പാലക്കാര നീനൊരു ഗാഞ്ചത്തെ പിറവില് പോയെങ്കിൽ, നീൻ അല്ല പൊരുത്തപ്പെടാത്തതിന്റെ പിറവില് പോയെങ്കിൽ അവിടെ മുൾപ്പെടുறாரு ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ റൗള ശരീഫില്. സങ്കടമുണ്ട് പെങ്ങളെ, നന്റെ വാലുകേക്കട പെങ്ങന്മാരെ. ഒരു സുന്നത്ത് നാനൊന്ന് പാടെ ചൊന്നേ. ആ സുന്നത്ത് ചൊന്തന്നിട്ടില്ലേ? ആഖിറത്തിലെ ഹൗദുൽ കൗസറ മുട്ട നാണ് കാത്തോണ്ടിക്കിടാണ്ട് ചൊന്നുല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. അപ്പൊ സ്വഹാബത്ത് കേട്ടാറ്, നബിയേ തങ്ങളെ ഉമ്മത്തിങ്ങളെ തങ്ങക്ക് ഗൊന്ത അവിടെ എങ്ങനെ നബി എന്ന് കേട്ടാറ്. അവിടെ എല്ലാ നബിമാരും കണ്ടില്ലേ? ആ നബിമാരെ ഉമ്മത്തിങ്ങ കണ്ടില്ലേ?
ಇದು ಕೊಡಿಪಾಡ್ರೆ ವಾಲ್ರ ಸಸ್ಸ ಅದು ಏನು ದೊಂಪ ಕೆಟ್ಟಿಟ್ಟು ಇದ್ರ ಉಲ್ಗ ಕೂಟಗೂ ಸೆಟ್ರ ಉಲ್ಗ ಅಲ್ಲ ಮೈಸರ್ ಎಂದ್ರ ಉಮ್ಮ ಈ ದುನಿಯಾವ್ നോക്കി ആ ദുനിയാവ് കാണില്ലേ ഇണ്ടിപ്പ ഞങ്ങ ഇവിടെ ബീച്ചിൽ പോയിട്ട് പെണ്ണിങ്ങ ചൊല്ലിട്ട് ബീച്ചിൽ പോയി വെച്ചിട്ട് അവിടെ അപ്പുറം കടലെ കാണ്ടമേയില്ലല്ലോ പാവം അപ്പുറത്തെ മൂല കാണ്ടമേയില്ല അല്ലേ എന്തോ അതിര കാണ്ടിയ വലിയമ്മ മൈസർ ആ മൈസർ ആരും കാണാത്ത ആ ടൈമിലു നിങ്ങൊന്ന് വിചാരിച്ചു നോക്കൂ അത്തരം വിശാലമായ മഹ്ശർ അല്ലേ അത്രയും വിശാലമായ മഹ്ശർ അല്ലേ ആ വിശാലമായ മഹ്ശറിൽ ഇതുപോലത്തെ ഒരു ചെറിയ പക്കമ അല്ല ആ വിശാലമായ മഹ്ശറിൽ എല്ലാ നബിമാരും എല്ലാ ഉമ്മത്തിയും വരുമ്പോ സ്വഹാബത്ത് കേട്ടാർ നബിയെ തങ്ങളെ ഉമ്മത്തിങ്ങാട്ട് ചെന്നോട്ട് തങ്ങ കുർത്താവിടെ എങ്ങനെയുണ്ട് കൊന്താവിടെ എങ്ങനെയുണ്ട് അപ്പ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെന്നു നന്റെ ഉമ്മത്തിങ്ങളെ കൈക്കാല് നല്ല ബെൽത്തിട്ടിക്കിടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി ആസ ഉണ്ടാ കൈക്കാലല്ല ബെൽക്കോണുണ്ട് ആസ ഇല്ല കൈ പോയിത്തോ ആസ ഉണ്ടാ ഓണിപ്പോ ഓണ്ട കൈക്ക് നോക്കട്ടെ ഇതിപ്പോ മാനരല്ല ഇത് ബെൽപ്പാട്ടർ എങ്ങനെ ക്രീം എടുക്കൊന്നും പോണ്ട കണ്ടു കിട്ടിയ ക്രീം ഇട്ടിട്ട് ആ ക്രീം ഈ ക്രീം ഇട്ടിട്ട് ഇടി സീക്ക് ബെൽബെല് സീക്ക് വർബാട്ടുണ്ടാവുമ്മ കൈക്കാല് മുഖ ബെൽക്കണു മൈസറിൽ വരുമ്പോ ഹൗദുൽ കൗസർ അവിടെ ഞങ്ങ പോയി നിൽക്കുമ്പോ തങ്ങോക്ക് ഞങ്ങളെ നോക്കുമ്പോ കാണ്ട് ആ നല്ല ഇത് നന്റെ ഉമ്മത്തിങ്ങാണ്ട് കൊന്താവിടു എങ്ങനെ ഇത് മൂസ നബി അലൈഹി സ്വലാമിയുടെ ഉമ്മത്തിങ്ങ അല്ല ഇത് വേറെ നബിയുടെ ഉമ്മത്തിങ്ങ അല്ല ഇത് നന്റെ ഉമ്മത്തിങ്ങാണ്ട് കൊന്താവിടെ എങ്ങനെ നന്റെ ഉമ്മത്തിങ്ങളെ കൈക്കാല് മുഖം നല്ല ബെൽത്തിട്ടിക്കിട് ദുനിയാവിലും അങ്ങനെ കൈ ചിലപ്പോ ബെൽപ്പില്ലെങ്കിലും മുഖ ബെൽപ്പില്ലെങ്കിലും മഹ്ശറിലെ ഹൗദുൽ കൗസർ മുട്ട വന്നു നിൽക്കുമ്പോ സ്വഹാബത്തേ നന്റെ ഉമ്മത്തുങ്ങളെ നാണെ കാണണോട്ട് കൊതിച്ച് നിന്ന ഉമ്മത്ത് നാണെ പൽക്ക പറയണോട്ട് ആസപ്പെട്ട ഉമ്മത്ത് ഹൗദുൽ കൗസർ മുട്ട നാണിങ്ങനെ കാത്തിട്ട് നിണ്ടിട്ടിക്കുമ്പോ നന്റെ ഉമ്മത്തിങ്ങളെ കൈക്കാല് മുഖ സ്വഹാബത്ത് കേട്ടാറ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൈകാല് മുഖ അത്തര ബെൽക്കൊക്കെ കാരണം എന്തോ അങ്ങ ക്രീം ഇട്ടതല്ല ബ്യൂട്ടി ക്രീം ഇട്ടതല്ല ഏതെങ്കിലും ഒരു ക്രീം ഇട്ടിട്ട് പുറത്തു പോയതല്ല അങ്ങ ഉദു എടുക്കുമ്പോ നന്റെ ഒരു സുന്നത്ത് ഫോളോ ആക്കിയോട്ടിന്നാ എന്ത്ര കൊന്തുണ്ടാ ആ ഉദു എടുക്കുമ്പോ അതാ മോത്ര ഇന്ന ഇത്തര മുഖ കൽകിയെങ്കമേ പക്ഷേ അങ്ങത്തിൽ യാറ ഭാഗ മുഖത്തിൽ എക്സ്ട്രാ കൂട്ടിട്ട് കൽകിയോണ്ടിന്നാറ് ഇതുപോലെ ഉദു എടുക്കുമ്പോ കൈ കൽകുമ്പോ ഈ കാണ്ട ഈ പക്കത്തോല് കൈ കൽകിയെങ്കമയ്യാവിടു അതേ ടൈമിൽ അങ്ങത്തിൽ യാറ ഇപ്പറ മേലകത്തിൽ കൂട്ടിട്ട് കൽകിയോണ്ടിന്നാറ് അതേപോലെ കാലില് ഉദു എടുക്കുമ്പോ നെരിയാണി തോലു അതേ തന്നി തട്ടുപാട്ടിയെങ്ക മെയ്യാവിടു പക്ഷേ അങ്ങ ಅದರ ಕಾಂಟಿ ತೆಲ್ಲು ಯಾರ ತೆಲ್ಲು ಮೇಲೆಗೆ ಯಾರ ತನ್ನಿ ಬೇತಿಟ್ಟು ಕಾಲ കൽകിയോണ്ടിന്നാറ് അതുകൊണ്ട് മഹ്ശറിലെ ഹൗദുൽ കൗസർ മുട്ട അങ്ങ വരുമ്പോ അങ്ങനെ കൈക്കാല മുഖ നല്ല ബെൽത്തിട്ടിക്കിട് ആ ബെൽപ്പിട ഗുർത്ത പിടിച്ചിട്ട് നാനങ്ങളെ കണ്ടുപിടിക്കട സ്വഹാബത്തേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലുമ്പോ ആ സുന്നത്ത് നക്കൊന്നു ഫോളോ ആക്കുക എന്തേ തീരാത്തോ നിങ്ങൾക്കൊന്ന് ഫോളോ ആക്കുക എന്തോ തീരാത്തോ അതുകൊണ്ട് സുന്നത്ത് ഫോളോ ആക്കടങ്ങാവണു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങനെ ബുൽപിടു അപ്പ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ കടത്തിട്ട് ചൊല്ലു പോരു നബിയെ ജിബ്രീൽ അലൈഹിസ്സലാം നന്റെ ഹബീബിടെ ബുൽപിടുവാട്ടണ്ട നന്റെ ഹബീബ് ബുൽപിടുന്നത് നക്ക് കാണുകാവൂല്ലേ എന്നിട്ടതാ തങ്ങളിട്ട് ചൊല്ലൊരു അല്ലാഹുവായ നാണ് ചൊന്നോട്ടുള്ള ഇന്നാസനുറുദീക ഇതാ നിങ്ങളെ നാണ് തൃപ്തിപ്പെടുത്തിയോട്ടുള്ള നിങ്ങളെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാക്കണ്ടോ തങ്ങളെ നൊമ്പലാക്കിയിട്ട് തങ്ങളെ ഉമ്മത്തിന്റെ നാണ് കാലാകാല നരകത്തിൽ ബയിക്കില്ല ഇതിനെ കാട്ടി സമാധാനിക്കുക യന്ത്രമുണ്ടു ഓതിയ ഖുർആൻ ഓത്തുമയ്യ ഉമ്മ ഓതിയ ഹദ്ദാദ റാത്തീബുമയ്യ ഉമ്മ എടുത്ത ദിക്റുമയ്യ നോമ്പുമയ്യ എന്തുമയ്യ പോലെ എല്ലാത്ത കാട്ടി നിരീക്ഷ ഹബീബായ തങ്ങളെ പിറുസബയിക്കണു ഞാനൊരു ചെറിയ ചരിത്രം ചൊന്നിട്ടു നാനെന്റെ ഇണ്ടത്തെ വാതു നിപ്പാട്ട
ಆಣಿಗ ಒಂದು ತೆಲ್ಲ ಆರೋಗ್ಯ ಉಲ್ಲಂಗ ಒಂದು ಎಂಚಿಟ್ಟഞ്ഞമേ നിക്കറു ഇനി തങ്ങ കൊറിയ നേരത്തെ പണ്ട് ഇപ്പറാറും മണ്ട അവിടെ മേനിക്കൊരു ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള മജ്ലിസല്ലേ കൈകാൽ ബലിയെല്ലാം പോട്ട് കെട്ടു നൊമ്പല പോട്ട് ഒന്ന് എഞ്ചിനിക്ക അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദാ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിർ റഹ്മാൻ അതേ നല്ല നല്ല ആൽമാർ അങ്ങ് എഞ്ചി നിണ്ടിട്ടും വാത് കേക്കിടാറ് തെച്ചിട്ടും വാത് കേക്കിടാറ് കിടന്നിട്ടും വാത് കേക്കിടാറ് എഞ്ചി നിണ്ടിട്ട് ദിക്റ് ചൊല്ലാറ് കിടന്നിട്ട് ദിക്റ് ചൊല്ലാറ് തെച്ചിട്ട് ദിക്റ് ചൊല്ലാറ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് വാർഷികത്തെ സദസ്സിൽ വെച്ചിട്ട് ഈ ചരിത്രം നമുക്കൊന്ന് നിന്നിട്ട് കേക്കാ പാലക്കാറ തങ്ങളെ ബുൽപ്പുട് പാട്ടുണ്ടല്ലോ പാലക്കാർത്തി പെങ്ങള് ഞങ്ങ ആഖിറത്തിൽ ബുൽപ്പിടുമ്പോ ഞങ്ങളെ ചിരിപ്പാട്ടുക ഭരണായ നേതാവല്ലേ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ ഉൾപ്പെടുവാട്ടിയെങ്കാവാ റബ്ബ് പൊരുത്തപ്പെടാത്തതാക്കണത് കാണുമ്പോ ആ മനസ്സ് മദീനത്തെ റൗളാ ശരീഫിൽ കിടന്നിട്ടിക്കുമ്പോ നൊമ്പലായി പോയിട്ട് പെങ്ങളെ സമാഗമന വെച്ച് കേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ എത്ര പേർ വെച്ചിട്ട് സ്വന്തം മാപ്പിള അല്ലേ ആയിഷ ഉമ്മയുടെ മടിയിലെ തല വെച്ചിട്ടല്ലേ അതേപോലെ ഈ നെഞ്ഞയുടെ ഭാഗത്ത് തല വെച്ചിട്ടല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായോ ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അതേ വായിലുള്ള തുപ്പ് തന്നെ അതാ കളർന്ന് ആ പക്ക ആ ബ്രഷിൽ മിസ്വാക്കിൽ അറാക്കിൽ തട്ടിയപ്പ ആ ഭാഗം തട്ടിട്ട് തട്ടുപാട്ടിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബ്രഷാക്കിട്ട് വഫാത്തായോ ആയിഷ ബീബി അഭിമാനത്തിൽ ചൊല്ലുല്ലേ ബാക്കി എത്ര പെഞ്ഞൈമാര് തങ്ങുകിന്നെങ്കിലും നക്ക് കിട്ടിയ സൗഭാഗ്യ വേറെ ഒരു പെഞ്ഞൈകും കിട്ടിയിട്ടില്ല നന്റെ മടിയിലല്ലേ നബി തങ്ങ വഫാത്തായോ നന്റെ നെഞ്ഞിക തല വെച്ചിട്ടല്ലേ തങ്ങ വഫാത്തായോ അതുകൊണ്ടല്ലേ മരിക്കുക കിടക്കുമ്പോ സ്വഹാബത്ത് ഉൾപ്പെടുറാറ് അതേ നബി തങ്ങ ചിരിച്ചോട്ടുണ്ടോ എന്ത് നബിയെ ഒരു ചിരി തങ്ങ മരിക്കുക കിടന്നിട്ടുള്ളത് കാണുമ്പോ സഹിക്കുക നഗെല്ലാരും ഉൾപ്പെടുമ്പോ തങ്ങുക ഞങ്ങളെ വിട്ടുപോണ്ട ഒരു കൊസിയ ഞങ്ങളെ വിട്ടുപോണ്ടത് ഒരു നൊമ്പല തങ്ങുക ഫീലാവൂല്ലേ ഒരു ദർദ് തങ്ങുക ഫീലാവൂല്ലേ ഇല്ല സ്വഹാബത്തേ ഒരു നാളല്ല ഒരു നാല് വിട്ടുപോണേയല്ലേ ഇന്റെ നന്റെ വാതക വിളിക്കുക നിങ്ങൾ ഉള്ളാറ് നിങ്ങളെ റായത്ത് വാതക പറകുന്നാണല്ലേ ഓരോ റായത്തങ്ങ നന്റെ വാതക വിളിക്കുള്ളാറ് പക്ഷേ പോയിട്ട് ഖബറിൽ കിടക്കണായ വാല് ചൊല്ല നൗഫൽ സഖാഫി വർത്തനെ അല്ലേ അവിടെ ഖബറുക ഒരു വാതക വിളിച്ചവണും വന്നില്ല ഒട്ടിಗೆ നിണ്ടങ്ങ വന്നില്ല ഡ്രൈവിംഗ് ആക്കിയവണ് വന്നില്ല ഡോറ് തുറന്ന് തന്നവണ് വന്നില്ല ഒരാളും വന്നില്ല നൊമ്പലത്തെ വിഷയമേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുമില്ല സ്വഹാബത്തേ നിങ്ങളെ വിട്ടുപോണ്ട നൊമ്പല നിങ്ങളെ വിട്ടിട്ട് പോണ്ട വേർപെട്ട് പോണ്ട ദർദ് ഇല്ലാത്തത് കൊണ്ടല്ല ഞാനിങ്ങനെ കിടന്നിട്ടിക്കുമ്പോ അല്ലാഹു നക്ക് സ്വർഗത്തെ ബായിൽ തുറന്നിട്ട് കാട്ടിയ സ്വഹാബത്തെ കാട്ടിട്ട് ചൊന്ന തങ്ങള് ഒന്ന് സ്വർഗത്തേക്ക് നോക്കറുനക്കാ നല്ല നല്ല ആൽമാരെ മരിക്കുമ്പോ സ്വർഗ കണ്ട് മരിക്കില്ലേ ഉമ്മ ആസിയ ബീവി റളിയല്ലാഹു അൻഹ എത്ര കഷ്ട സഹിച്ചില്ലേ ഇണ്ടത്തെ പെണ്ണുങ്ങൾ അതുപോലത്തെ ഒരു കഷ്ട സഹിക്കുണ്ടാ സുബ്ഹാനല്ലാഹ് ആ ബൈലില് ആ പൊയ്യത്തില് കിടത്തില്ലേ ഉമ്മ എന്നിട്ട് ആസിയ ബീവിയുടെ ബലിച്ച് കൊപ്പോയില്ലേ ഉമ്മ അപ്പെല്ലാം ആസിയ ബീവി ചൊന്നെന്തേ റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന ഈ സഹിച്ച ത്യാഗത്തിന് ബദൽ നക്ക് വേറെ എന്തു വേണ്ട ദുനിയാവിൽ ഒരു സ്ഥാനം വേണ്ട ഒരു പ്രശസ്തി വേണ്ട ആരും നന്റെ
പൊക്കി വയ്ക്കണ്ട, നക്ക് സ്വർഗത്തിലൊരു അക വേണു റബ്ബേ. അപ്പല്ലേ സ്വർഗ കാട്ടിട്ടല്ല ചൊന്നു, നോക്കൊരു ബീവി നിങ്ങൾക്കുള്ള സ്വർഗത്തിലുള്ള അരമന ഇത് മഹാന്മാർക്ക് സ്വാലിഹീങ്ങൾക്ക് കിട്ടോട്ടായെങ്കിൽ ഹബീബായ തങ്ങ വഫാത്താവുമ്പോ സ്വർഗ കാണാണ്ടിക്കുക. സ്വർഗത്തെ ബായിയുടെ മുട്ട പോയിട്ട് തങ്ങ നിന്നിട്ട് ആ സ്വർഗത്തെ ബായിൽ കൊട്ടുമ്പോ ഉൽഗത്തതാ മലക്ക് കേക്കിടാറ് മൻ അന്ത ആറ് നിങ്ങ സ്വർഗത്തെ ബായിൽ കൊട്ടുകൂറാലുകും അധികാരയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നിട്ട് കൊട്ടിയെങ്കിൽ മാത്രമേ ബായിൽ തുറക്കിടോ. വേറെ ആറ് വന്ന് കൊട്ടിയെങ്കിലും ബായിൽ തുറക്കുകയില്ല. അപ്പ ഹബീബായ തങ്ങ ചൊന്നുല്ലേ, അന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുറക്കുറു നാനേ നബി തങ്ങ വേറെ ആലല്ല. ഹബീബായ തങ്ങളെ പേര് കേൾക്കൂ, സ്വർഗത്തെ ബായിൽ ഓപ്പണായി കിട്ടില്ലേ. അന അവ്വലു മൻ യുഹർരിഖു ഹൽഖൽ ജന്ന. സ്വർഗത്തെ ബായിലിന്റെ സങ്കോല ഒന്നാമതായിട്ട് പിടിച്ചിട്ട് കുലുക്കിട നേതാവ് നാനേട്ട് ഘോഷണാക്കിയ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങ ചൊല്ലു, സ്വഹാബത്തെ നിങ്ങളെ വിട്ടിട്ടു പോകുമ്പോ മതേ ദർദില്ലാണ്ടല്ല നൊമ്പലില്ലാണ്ടല്ല നാനിങ്ങനെ വഫാത്താവുക കിടക്കുമ്പോ നാനിങ്ങനെ ചിരിക്കുക. കാരണം സ്വർഗത്തെ വായിൽ തുറന്നു വെച്ചിട്ടല്ല നണ്ടയിലോ ചൊന്ന നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കൊന്നു നോക്കൊരു നബിയേ. ആ സ്വർഗത്തെ നാളൊന്നു നോക്കിയപ്പ സ്വർഗത്തിൽ എനക്ക് ഒന്നാമതായിട്ട് കണ്ടോ റഅയ്തു ബയാല കഫി ആയിഷതാ. നന്റെ പെരുസത്തെ പെഞ്ഞി നന്റെ ലൈഫ് പാർട്ട്ണർ ആയിട്ടുള്ളൂ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ ബെൽത്ത കൈയിനാണ് സ്വർഗത്തില് കണ്ട. നോക്കൊരു നിങ്ങ അല്ലാഹു നബി തങ്ങളെ സമാധാനിപ്പിക്കട. നോക്കൊരു നിങ്ങ തങ്ങ ഒരു മോത്തിലും ടെൻഷൻ ആവണ്ട. ഇസ്രാ മിഅ്റാജ് തങ്ങ പോയില്ലേ, 7 ആകാശത്തേക്ക് എത്തില്ലേ, അത്തരത്തോല് ജിബ്രീൽ അലൈഹിസ്സലാം ഒട്ടിക ഇന്നില്ലേ. എന്നിട്ട് ഇനി 7 ആകാശ കഴിഞ്ഞിട്ട് അപ്പറ പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചൊന്നുല്ലേ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയേ ഇനി നക്കപ്പറ പറകു പെർമിഷൻ ഇല്ല, നക്കപ്പറ പറകു എൻട്രി ഇല്ല. തങ്ങ ഓർത്തനെ പോണു ചൊല്ലുമ്പോ അല്ലാ തങ്ങ ഓർത്ത പോകുമ്പോ തങ്ങ മീത്തു ബേജാറാവാ. അപ്പ 7 ആകാശത്താപ്പറ ഇമാമിങ്ങ ചൊന്നുല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുടെ സൗണ്ട് അല്ല കേപ്പാട്ടി കൊടുത്തുല്ലേ. എപ്പോഴും ഒട്ടിಗೆ നടന്നോട്ടുന്ന് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുടെ സൗണ്ട് കേപ്പാട്ടി കൊടുത്തിട്ട് സമാധാനിപ്പിച്ചില്ലേ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിക്കണു. മരിക്കുക കിടന്നിട്ടുള്ള ടൈമോലോ ആറ് ദൂരം നിണ്ടെങ്കിലോ തങ്ങ ദൂരം നിൽക്കില്ല മുസ്ലിമേ. ഈ ഉമ്മത്തിനെ തിരിച്ചിട്ട് കണ്ണട തന്നെ ഇത്തുവാട്ടിയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യ അതെ അവന്റെ ഏറ്റവും വലിയ കഷ്ടപ്പാടുടെ ടൈമു മരിക്കട ടൈമു. ആ ടൈമില് തങ്ങ വന്നിട്ട് ആ തടി പൂജാട്ടിക്കുക. എത്ര വലിയ ഭാഗ്യവന്തന്മാർ മദീനത്തേക്ക് പോയങ്ങ ഒന്ന് കൈ ഒയ്ത്തറു നോക്കാ. മദീനത്തേക്ക് പോയങ്ങ ആ മദീനത്തിൽ നിങ്ങൾ നിസ്കരിച്ചില്ലേ, നിസ്കാര കൽഞ്ഞ പിന്നെ അസ്വലാ അലൽ അംവാത് മയ്യത്ത് നിസ്കരിക്കുക കൊണ്ടുകൊണ്ട് ഏലാനാക്കണത് കേക്കില്ലേ. എന്നിട്ട് മദീനത്തെ പള്ളില് മയ്യത്ത് നിസ്കാര നടന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പച്ചക്കുപ്പക്കാണ്ട രൂപത്തില് മയ്യത്ത് ജന്നത്തുൽ ബഖീഅ് കൊമ്പോണ്ടത് കാണ്ടില്ലേ. അത് ചെറിയ
വലിയ ഭാഗ്യമയ്യാവാല് അത് അങ്ങനത്തെ വലിയ നസീബ് വേണു ആയെങ്കിലും ഒരേ ഒരു ആശ എവിടെ മരിക്കണെങ്കിലും പടച്ചറപ്പ് വിധിച്ച മണ്ണിൽ മരിക്കണേ സംശയമില്ല അത് ഗൾഫിൽ ചിലപ്പോ മരിക്കണതായിട്ടിക്കു റായത്തിൽ മരിക്കണതായിട്ടിക്കു എവിടെ മറിച്ചെങ്കിലും തങ്ങളാഷ്ടക വന്നിട്ട് മയ്യത്തൊന്ന് തടകി തരണു ആ കൈ കൊണ്ട് മയ്യത്തൊന്ന് തടകണു അത് തടകിയെങ്കിൽ പിന്നെ ഈ മയ്യത്ത് നരകത്തുക പോണ്ടില്ലല്ലേ അതുകൊണ്ട് ഇത്ര ആയുസ് തീന്ത് നന്റെ കലിഞ്ഞ 37 വർഷത്തെ ജീവന തീന്ത് ഇനി അല്ലാഹു തആല നക്കി ദുനിയാവുലു എത്ര വാവര സ്റ്റേജ് ബാക്കി വെച്ചിറാണ്ട് നക്ക് ಗೊತ್ತಿಲ್ಲ ഇനിയുള്ള ഓരോ 4 വാളുകൾ ഡേറ്റ് കൊടുത്തുറ റായത്തിലും കൊടുത്തുറ ഗൾഫിലും കൊടുത്തുറ പക്ഷേ പടച്ചറപ്പ് നക്കെത്ര കണക്കാക്കിറാട്ട് നക്ക് ಗೊತ್ತಿಲ್ಲ നിങ്ങൾക്ക് എത്ര കണക്കാക്കിറാട്ട് നിങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ ഇത് ഞങ്ങ സ്വലാത്ത് വാർഷികത്തെ സമാരോപ സദസ്സുലുള്ള പണ്ട കുറി 6 ഹയാത്ത 6 മൗത്താണ്ട് 6 ഗൊന്തുണ്ടു കല്ഞ്ഞ കുറി ഞങ്ങളൊട്ട ഇന്നങ്ങ 6 ഞങ്ങളൊട്ട ഉള്ളാറ് ഒത്തര കുർസു നോക്കൊരു നിങ്ങ കല്ഞ്ഞൊട്ടിಗೆ ഞങ്ങളൊട്ടിಗೆ ഇന്നങ്ങ 6 അടി മണ്ണടക്കി ഇല്ല കിടന്നറാറ് പണ്ട വർഷ ഞങ്ങ ഈ സദസ്സിൽ കിടാണ്ട് എന്ത് ഗ്യാരണ്ടി ഞങ്ങ അല്ലാഹുവിനോട്ടത് വേർക്കാ റബ്ബേ നീ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ആയുസ് നീട്ടിത്താ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സതാ അല്ലാഹ് പക്ഷേ എവിടെ മരിക്കിടെങ്കിലും തങ്ങ വന്നിട്ട് മയ്യത്ത് തടകിട്ടൊന്നു മരിക്കണു അത് അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ ഈ സദസ്സ് അല്ലാഹു തആല അതക കാരണ ആക്കി തരട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗള ശരീഫയുടെ ഒരു നല്ല റഹ്മത്തറ നോട്ട ഞങ്ങളെ ഈ സദസ്സ് അല്ലാഹു തആല എത്തുപാട്ടി തരട്ടെ എല്ലാവരും അവിടെ ദൈക്കറോ കബിജാഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് നല്ല സദസ്സ് നക്ക് ഭാരി ഇഷ്ടപ്പെട്ടു പോയി അല്ലാഹു ഈ സദസ്സിലുള്ള എല്ലാ ആണികളും എല്ലാ പെണ്ണുങ്ങളും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഏതായാലും കൂടിയ ഇനിയിപ്പോ തങ്ങ വണ്ട് നല്ല മേക്ക ഉഷാർ ടോപ്പ് ഇപ്പ തങ്ങ വണ്ട് ഇപ്പ തങ്ങ വണ്ട് തങ്ങ വന്ന് പിന്നെ ഞാൻ നിപ്പാട്ടോ അപ്പൊ നക്ക് കൊടിപ്പാടി നക്ക് ഈ സദസ്സ് കാണുമ്പോ ഈ പായോട്ടുണ്ട് ഞാൻ എപ്പമാ പറഞ്ഞു തുടങ്ങി വാളുകണ്ട് അല്ലേ ഉറക്കം വന്നരേ സുബ്ഹാനല്ലാ ഉറക്കം വന്നിരുന്നല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പ നെനപ്പ് ശക്തിയല്ല അങ്ങനെ വയസ്സാവിടതൊക്കെ അങ്ങനെയല്ലേ നെനപ്പ് ശക്തിയല്ല നിങ്ങൾ പേർക്ക് പറയാം എന്താ ഇയാളുടെ കണ്ടി വയസ്സായുള്ള നെനപ്പ് ശക്തി ഒന്നും കൊണ്ടിട്ടില്ല അപ്പൊ അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സദസ്സ് കണ്ടപ്പോ വലിയ സന്തോഷായിട്ട് ബാലക്കാരങ്ങ എത്രമാ ബാലക്കാരങ്ങ മൈക്കാലത്തെ പരിസരത്തെ ബാലക്കാരങ്ങ ഈ റായത്തെ ബാലക്കാരങ്ങ സദസ്സിൽ കാണുമ്പോ വലിയ സന്തോഷം അള്ളാഹു ഈ ഇസ്സത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ അതൊരൊട്ടിಗೆ അൽഹംദുലില്ലാ നല്ല ദർസ് ഇവിടെ നടക്കട് മുത്താലിമീങ്ങ 22 മുത്താലിമീങ്ങ അവിടെ ഉള്ളാറ് അല്ലെ വേറെ എവിടെ പോയെങ്കിലും മുത്താലിമീങ്ങളെ കാണോ വെക്കില്ല അതേ ടൈമിലും ദർസുള്ള പക്കമാ അൽഹംദുലില്ലാ അവിടെ എതൂറിലും മുത്താലിമീങ്ങളെ കാണുമ്പോ വലിയ സന്തോഷ കാരണം നണ്ട് ദർസുലും 60 മുത്താലിമീങ്ങ പഠിച്ച ഉള്ളാർ നാ ഇവിടെ വന്നപ്പ ഉസ്താദിനെ കേട്ടെ മുത്താലിമീങ്ങ പഠിക്കണമെങ്കിൽ അങ്ങ് ഉണ്ണണല്ലേ അങ്ങ് എവിടെ ഉണ്ണൂടെ ഔത്തൗത്ത് പോയി ഉണ്ണുകൊണ്ടാറ് അള്ളാഹു ആ ചോറ് കൊടുക്കട്ടെ ആണുങ്ങളും പെണ്ണുങ്ങളും അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ അള്ളാഹു വലിയ ഖൈറ് കൊടുക്കട്ടെ അതിന്റെ ബറക്കത്ത് അള്ളാഹു അങ്ങ് കാട്ടിക്കൊടുക്കട്ടെ ഒന്നു ഇതേപോലെ ബെദിർത്തുലും ഉമ്മ 60 മുത്താലിമീങ്ങ നന്റെ ദർസിൽ പഠിച്ചുള്ളാർ ഇനിയും 100 മക്ക ആക്കണോണ്ട് ആശയുണ്ട് മക്ക ഇഷ്ടം പോലെ ഉണ്ട് ഈ 60 മുത്താലിമീങ്ങക്കും ചോറ് കൊടുക്കണം ആരും എന്തുണ്ടാ അവിടെ ഉമ്മമാർ അവിടെ ആണിങ്ങ അള്ളാഹു അങ്കും വലിയ ബറക്കത്ത് കൊടുക്കട്ടെ വലിയ ഖൈറ് കൊടുക്കട്ടെ അപ്പൊ ഈ ദർസ് കാണാൻ വലിയ സന്തോഷായിട്ട് ഇപ്പൊ 22 മുത്താലിമീങ്ങ ഉള്ളാറ് 100 മുത്താലിമീങ്ങ ആക്കണം മൈക്കാലത്തിൽ ഏറ്റവും വലിയ ദർസ് അല്ലെ മൈക്കാലത്തിൽ ഏറ്റവും വലിയ ദർസ് ചെയ്തിട്ട് കേട്ടെങ്കിൽ അതങ്ങനെ ജപ്പ് കൊടിപ്പാടി ജമാഅത്തിലെ ദർസ് ഭയങ്കര വലിയ ദർസ് ജപ്പ് കൊടിപ്പാടി ചൊല്ലുമ്പോ ആ ദർസുള്ള മക്കാണ്ടാവണം അങ്ങനെ മൈക്കാല ജപ്പു കൊടിപ്പാടി അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു ബറക്കത്ത് തരട്ടെ അങ്ങനെ അൽഹംദുലില്ലാ സദസ്സു നിറഞ്ഞിട്ടുള്ള സദസ്സ് അല്ലെ ഞാൻ ഇപ്പാടെ ചൊന്ന പോലെ സാമാന്യ വാള് പോയെങ്കിൽ പെണ്ണുങ്ങളെ ഭാഗത്തെല്ലാം സൗണ്ട് കേൾക്കട് ഇവിടെ ഉമ്മമാരിൽ ഗപ് ചുപ്പായിട്ട് ഫുള്ള് വാള് കേട്ടാർ ആണിങ്ങും അതേപോലെ നാ ഒരൊത്തരമെ ശ്രദ്ധിച്ചോണ്ടിന്നെ നല്ല ആവേശത്തിൽ അല്ലാഹുവേ ഈ സദസ്സര ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രശ്നത്തിനും നീ പരിഹാരം കാട്ടിത്താ അല്ലാ ഇണ്ടത്തെ ഞങ്ങളെ ഈ സദസ്സ് ഞങ്ങൾക്ക് ചെമ്മ പ്രശ്നങ്ങൾ ഉണ്ട് റബ്ബേ നിണ്ടട്ടല്ലാട്ട ഞങ്ങൾക്ക് ആരൊട്ടും ചൊല്ലുകില്ല നീനേ ഞങ്ങൾക്കുള്ള ഒരു തുണ
അല്ലാഹുവേ ഈ സദസ്സിൽ വന്നുകൂടിയ എല്ലാ ആണികളും പെണ്ണുങ്ങളും കഷ്ടപ്പാട് നീ ദൂരത്താക്കു റഹ്മാനെ. നല്ല വിശാലമായ പക്കവിടെ ഉണ്ട്. ആ ഗൗജിൽ ഇത്ര വലിയ ഇങ്ങനെ സദസ്സിലാക്കിയിട്ട് പ്രോഗ്രാം ആക്കട്ടെ, അല്ലെങ്കിൽ പള്ളിയിൽ കൂടണം തുൽക. അപ്പൊ അൽഹംദുലില്ലാ വിശാലമായ പക്ക ഉണ്ടു. അതല്ല അങ്ങനെ ആക്കി വെച്ചത് കൊണ്ട് അങ്ങനെ അവിടെ ഞങ്ങൾ അതിന്റെ ಬಗ್ಗೆ നല്ലോണം ചിന്തിക്കണോ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ നല്ലൊരു ഹോസ്റ്റലിന്റെ സംവിധാനം അതെല്ലാം അല്ലാഹു തആല സാധിപ്പിച്ചു തരട്ടെ. അതേപോലെ ചെറിയ തോതിൽ പെൺമക്കളെ ശരീഅത്ത് കോളേജിൽ അത് നടന്നുകൊണ്ടുണ്ടു. അത് നല്ല രൂപത്തിൽ അല്ലാഹു ശരീഅത്ത് കോളേജ് ആക്കി തരട്ടെ. ഈ ഇങ്ങനെ ഓരോ റായത്തിലെ ആക്കി പോയെങ്കിൽ ഈ പിന്നെ ഉസ്താമാരെല്ലാം ഇങ്ങനെ സ്ഥാപന ചെന്നൊരു ചമ്മ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോകണോണ്ടില്ല, നടക്കണോണ്ടില്ല. ഓരോ ജമാഅത്തിനങ്ങ അങ്ങനെ റായത്തിലെ ആക്കിയെങ്കിൽ പിന്നെ സ്ഥാപന ചെന്നോട് ഉസ്താമാർ ഇങ്ങനെ കളക്ഷൻ ഓടിയിട്ട് അങ്ങനെ ടൈം ഇതാക്കിയിട്ട് അങ്ങ് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ചിട്ട് ടെൻഷനായിട്ട് സീക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് തരട്ടെ. അത് ഓരോ ജമാഅത്തിനങ്ങ് ആക്കണം. എത്രമാ ഇൻകം ഉള്ള ജമാഅത്തങ്ങ ഉണ്ടു, എന്തോ ആക്കല്ലേ. ലക്ഷಗಟ್ಟಲೆ ഇൻകം ഇക്കിട് എന്തോ ആക്കല്ലേ. അങ്ങനെ ആവോ തീറ. ആ ഇൻകം കൊണ്ടിട്ടു റായത്തെ ಬೆಳವಣಿಗೆಗೆ ಬೇನಾയിട്ട് ക്യാമ്പസ് ആക്കണു. ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കണു. അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ കൊടിപ്പാടി ജമാഅത്ത് അങ്ങനെ അത് തെല്ല് വിശാലമായിട്ട് ശരീഅത്ത് കോളേജ് നടത്തുന്നുണ്ട്. ആശ ഉണ്ട്. അല്ലാഹു നടത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇണ്ട് ഞങ്ങളെ മദ്രസത്തെ ബിൽഡിംഗ് എവിടെ മദ്രസത്തെ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് നമുക്ക് അതിന്റെ മേലെടുക്കുക എടുത്തിട്ട് ಅದರ സ്വര നടന്നുകൊണ്ടുണ്ടു ഇൻഷാ അല്ലാഹ്. നല്ല നിയത്തില് ನಾನು പഠിച്ചൊന്നുമില്ലേ തങ്ങക്ക് കൊസി അവിടെ അതായിട്ടേക്കട്ടെ. തങ്ങ ഇങ്ങനെ റൗദാ ഷരീഫിൽ ഉമ്മ തീരുമാനിക്കറ ഉമ്മ കയ്യിലും കാലിലും എല്ലാം ബംഗാരം കൊണ്ടു എല്ലാം തരണുണ്ട് നാ ചൊല്ലൂല്ല ഉമ്മ. ഒരു മോന്തറ അല്ലെങ്കിൽ ഒരു ബല നിങ്ങളെ തടിയില് നിങ്ങൾ ഇഷ്ടപ്പെട്ട എത്ര ചെറിയായെങ്കും വലിയല്ല വലിയായെങ്കും വലിയല്ല ഉമ്മ കബറിൽ പോയി കിടന്നെങ്കിൽ ഒട്ടിಗೆ തെച്ചങ്ങ് ആറും ഇക്കില്ല. ഈ കൊടുത്ത മോന്തര മേനക്ക് കബറിൽ തുണയായിട്ട് വേണ്ടേ ഉമ്മ. ആ കബറിൽ നിക്ക് എത്ര കാല കിടക്കുകൊണ്ടു ഒന്ന് രണ്ട് നാള അല്ല എത്ര കാല ആ കബറിൽ നിക്കൊരു സുഖ കിട്ടണ. ഈ ദുനിയാവിൽ നീ ആക്കി വെച്ച് പോകുമ്മ. ഈ മദ്രസത്തുക്ക് വേനായിട്ട് നിന്റെ തടിയുടെ ഏതെങ്കിലും ഒരു ചെറിയ പീസ് ബംഗാരമൈ 100 പവന് നിന്റെ ഇലിക്കു പവന് കെട്ടലേക്കു അതെന്തും വേണ്ട. ഒരു ചെറിയ പീസ് ബംഗാറ് നിന്റെ കബറിൽ കാലാകാലം നിക്കൊരു നെമ്മതി കിട്ടൂ. ഈ റായത്തെ മദ്രസത്തുക്ക് ഞാൻ കൊടുക്കട ചെല്ലുമ്പോ ആ മദ്രസത്തെ സ്വർത്തുക്ക് വേനായിട്ട് നിങ്ങളെ ബംഗാറ് വിത്തിട്ട പൈസ അതവിടെ യൂസ് ആക്കുമ്പോ ഖിയാമത്ത് നാലു തോലും നിന്റെ ഖബറിന്റെ പുനർജന്മത്തെ ടൈം തോലും ആ മദ്രസത്തിൽ മക്ക പഠിച്ചോണ്ടിരിക്കുമ്പോ ಅದರ ಬೆಲ್ಚ ನಿಂದ ಕಬರ್ಗು ನಿಕ್ ಇങ്ങനെ ಬಂದು ನೀ ಕಬರ್ಲಿ ಇങ്ങനെ ಬೆಲ್ಚ ನೋക്കുമ്പോ ഇത് എവിടെ മണ്ട ಬೆಲ್ಚ കൊടിപ്പാടി അണ്ട ನಾನು ആയാത്തിലിക്കുമ്പോ വാങ്ങറ സദസ്സിൽ കൊടുത്ത ബംഗാറ ബറക്കത്ത് കൊണ്ടിട്ടു നിന്റെ കബറിൽ വെൽച്ച കിട്ടിയോണ്ടുള്ളോണ്ട് പെണിങ്ങ തീരുമാനിക്കണോ. ആണിങ്ങും അതുപോലെ ഒരു 6666 രൂപ ഇൻഷാ അല്ലാഹ് നല്ല നിയത്തോടുകൂടെ ഉടനെ മദ്രസത്തെ സ്വറ തീരണു. ഇണ്ടത്തെ സദസ്സിൽ നമുക്ക് അത് ഒരു തെരുവാവണതുള്ള നിയത്തിൽ ഒരു 6666 രൂപ ആണിങ്ങും ഏറ്റെടുക്കണു. പെണിങ്ങും അതേപോലെ ബംഗാരില്ലേ ഒരു 6666 രൂപ ഇൻഷാ അല്ലാഹ് മക്കളെ കൊണ്ട് കൊടുപാട്ടെ. നല്ല നിയത്തിൽ ഉമ്മ ബാപ്പമാർ മറിച്ച മക്ക ഈ സദസ്സിലില്ലേ. ഉമ്മ മറിച്ചിട്ട് കബറിലുണ്ട്, ബാപ്പ മറിച്ചിട്ട് കബറിലുണ്ട്. അങ്കു നമുക്ക് ഇതിനെ കാട്ടി വലിയ എന്തൊക്കെ കൊടുക്കുള്ളൂ എന്തും ഇല്ലേ. അങ്ങനെ പേരില് ഒരു 6666 ബിസ്മില്ലാ ഒരു നല്ല ബോണി മൗലിദര മജ്ലിസ് സ്വലാത്ത് വാർഷികത്തെ മജ്ലിസ് ഞങ്ങളെ ഉടനെ മദ്രസത്തെ സ്വറ കംപ്ലീറ്റ് ആക്കുകയായിട്ട് ನಾನು കൊടുക്കട ഉസ്താദെ നന്റെ മറിച്ച ഉമ്മയുടെ പേരില് അല്ലെങ്കിൽ ബാപ്പയുടെ പേരിൽ ചെന്നിട്ടു ഏറ്റെടുക്കട നല്ല ഒരു മനുഷ്യ ഈ സദസ്സിൽ ഒന്ന് കൈ ഒതാക്കറുന്നൊക്കെ ഫസ്റ്റ് ഒരു ബോണി ഒരു 6600 അല്ലാഹു അക്ബർ അസ്സലാത്തു അലൈക الصلاة والسلام عليك يا حبيب الله. ഈ സദസ്സിൽ വെച്ചിട്ട് മദ്രസത്തുക ബേനായിട്ട് കേട്ടപ്പാ ജണ്ടാല് എഞ്ചി നിണ്ടാറ് ഒന്ന് സ്റ്റേജിൽ എഞ്ചി നിണ്ടത് ഞങ്ങളെ ഹസൈനാജാർ അല്ലേ ഹസനബ്ബാജാറ് അല്ലാഹു അക്ബർ അല്ലാ. അതുപോലെ സദസ്സിലൊരു ബാലക്കാര കൈയുദ്ധാക്കി അല്ലെ. എന്തൊരു പേര് റിയാസ് അല്ലെ. അല്ലാ സ്റ്റേജിൽ ഞങ്ങളെ ഉടനെ ജമാഅത്തര മാജി അധ്യക്ഷರು ഹസനബ്ബാജാറ് അതുപോലെ സദസ്സിൽ റിയാസ് അല്ലാ ജണ്ടാല സദഖ നീ ഖബൂലാക്ക് അല്ലാ.
അല്ലാ ആചാര ഉമ്മ ബാപ്പ മൗത്തായിടാറ് ആ ഉമ്മ ബാപ്പയുടെ ഖബർ കദര മിസ്ൽ സവാബത്ത് മാറ്റി കൊടുക്കല്ലോ. ആചാരക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലോ. ആചാര കുടുംബത്തുക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലോ. എല്ലാവിധ ആഫത്ത് ബല മുസീബത്ത് തൊട്ട് കാക്കല്ലോ. അതുപോലെ റിയാസുകും നീ ബറക്കത്ത് കൊടുക്കല്ലോ. റിയാസിന്റെ ഉമ്മ ബാപ്പല്ല ആയത്തുള്ളറാ. അല്ലാ റിയാസിന്റെ ഉമ്മ ബാപ്പകു നീ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലോ. റിയാസിന്റെ നയിപ്പില് വഴിപാട്ടില് നീ വലിയ ബറക്കത്ത് കൊടുക്കല്ലോ. ജണ്ടാലായിട്ട് ബേബേ ചൊല്ലണം. ആസിഫ് എഞ്ചിനീയർ മൂന്നാമത്തെ ആള് അല്ലാഹുവേ നീ ഖബൂലാക്കു റഹ്മാനെ. എന്ത് ഉദ്ദേശം നിർച്ചിട്ടായാൽ അത് ഏറ്റെടുത്തോണ്ടുള്ളൂ. ആ ഉദ്ദേശം നീ ഹാസുലാക്കു റഹ്മാനെ. എല്ലാ നെയ്പ്പിലും വഴിപാട്ടിലും ബറക്കത്ത് കൊടുക്കല്ലോ. മർച്ചങ്ങുകതര മിസ്ല് സവാബത്ത് പാട്ടല്ലോ. മൂന്നാലായത്തിന് നാലാമത്തെ ആള് അല്ലാ ഈ റായത്തെ ഒരു ബയസ്സറ ഒരു പെണിങ്ങ ഒരു മോന്തറ ഞങ്ങളെ മദ്രസത്തെ സ്വറത്തുക നോക്കുമ്പോ ഒരു വയസ്സായ പെണിങ്ങ ഒരു മോന്തറ ഏറ്റെടുത്തോണ്ടുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്ക് അല്ലാ. ആ പെണിങ്ങക്ക് ദുനിയാവിടെ മോന്തറത്തുക ബദലായിട്ട് സ്വർഗത്തെ മോന്തറ ധരിക്കുക തൗഫീക്ക് കൊടുക്കല്ലോ. ആ പെണിങ്ങക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലോ. കൈക്കാലക്ക് സുഖയിട്ട് കൊടുക്കല്ലോ. എല്ലാ സീക്കുങ്ങ ഷിഫാക്ക് അല്ലാ. വലിയ വലിയ സീക്കട തൊട്ട് കാക്കല്ലോ. മർച്ചങ്ങു കദര മിസ്ൽ സവാബത്ത് പാട്ടല്ലോ. മൂന്നാലായത്തിന് നാലാമത്തെ ഒരാള് അൽഹംദുലില്ലാ. അതവിടെ ആചാർ ഖുറൈശി തറവാട് ജന തങ്ങന്മാരുണ്ട് അർത്ഥം. മുസ്തഫ ഹാജി അല്ലാഹുവേ നാലാമത്തെ ഒരു 6666 നല്ല ആവേശത്തില് അൽഹംദുലില്ലാ ഞങ്ങളെ ഈ മജ്ലിസിന് നേതൃത്വ തറകു ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങളെ മോണു ഷഹീർ തങ്ങ ഞങ്ങളെ സ്റ്റേജിಗೆ വന്നോണ്ടുണ്ടു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അപ്പൊ തങ്ങ നോക്കോർല തങ്ങളുടെ നാശം നിങ്ങൾക്ക് എന്താ ഒരു മദ്രസത്തൊരു ചോദിച്ചോളി തങ്ങ അങ്ങ് ആവേശമല്ലേ അത്. ഓരോ റായത്തിൽ ഇതുപോലെയല്ലേ പണ്ടുലൂണ്ടും വാള് ചൊന്നിട്ടു ആയിട്ടിക്കിടെ ഓരോ പക്കത്തിലും പള്ളിങ്ങും മദ്രസകളിലും ആക്കി കൊടുത്തരെ. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ നാലാലായത്ത് അല്ലേ നാല് മുസ്തഫ ഹാജി. അല്ലാഹുവേ നാലാമത്തത് മുസ്തഫ ഹാജി നീ ഖബൂലാക്കു റഹ്മാനെ. മുസ്തഫ ഹാജിയുടെ ഔത്തുൽ കുടുംബത്തിൽ ആരെല്ലാം മർച്ചിറാറാങ്ങല ഖബർ കദര മിസ്ൽ സവാബത്ത് പാട്ടി കൊടുക്കല്ലോ. മുസ്തഫ ഹാജിക്കും കുടുംബത്തുക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലോ. അഞ്ചാമത്തത് ഞങ്ങളെ ജോയിന്റ് സെക്രട്ടറി ഇവിടെ നിന്ന് സ്വാഗതം ചെയ്യുന്ന സയ്യിദ് ഭായ് ഞങ്ങൾ മുന്നോലെ കുർത്തുള്ള വ്യക്തി. അല്ലാഹുവേ അഞ്ചാമതായിട്ട് അല്ലാഹുവേ ഉസ്താദെ ദുആർക്കറു നന്റെ ഉമ്മം ബാപ്പ മൗത്തായിടാറ് അങ്ങു ദുആർക്കറു ഉസ്താദെ. അല്ലാഹുവേ നീ ഖബൂലാക്കു റഹ്മാനെ. ആ ഉമ്മ ബാപ്പകു നീ ഖബറിൽ സ്വർഗീയ ഖബറാക്കു റഹ്മാനെ. ഖബർ വിശാലാക്കു റഹ്മാനെ. നരക തൊടാട്ടെ സ്വർഗത്തുക്ക് പോണ്ട കൂട്ടത്തിൽ നീ പെടുത്തു റഹ്മാനെ. എപ്പോഴും ദുആർക്കണ അങ്ങനെ സ്വർഗത്ത് പോയി മെയ്യാമല്ലേ നരക തൊടാണ്ട് സ്വർഗത്ത് പോണു. നരകത്ത് പോകാണ്ട് സ്വർഗത്ത് പോണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ അഞ്ചാലായിട്ട് ആറാമത്തത് ഇത് മേൽത്തെ ചെയ്തല്ലേ ആറാമത്തത് സഈറും അതുപോലെ റഷീദ് ഹാജി. ഏഴാമത്തത് റഷീദ് ഹാജി. അൽഹംദുലില്ലാ ഫാത്തിഹ സൂറത്ര ആയത്ര കണക്ക് ഏഴാല് ഭർത്തിയായി. അല്ലാഹുവേ സഹീറും റഷീദ് ഹാജിയുടെ സ്വതക്ക നീ ഖബൂലാക്ക് അല്ലാഹ്. അങ്ങനെ ഔത്തുൽ കുടുംബത്തിൽ ആരെല്ലാം അർച്ചിറാറ അങ്ങനെ ഹദറാത്ത് ഇതിനെ മിസ്ൽ സവാബ് എത്തു മാറ്റി കൊടുക്കല്ലോ. അങ്ങും കുടുംബത്തുക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലോ. ഏഴായത്ത് സഹീർ മർച്ച ബാപ്പട പേരിൽ അല്ലാഹുവേ സഹീറിന്റെ ബാപ്പട ഖബറുകും അതിനെ മിസ്ൽ സവാബ് നീ എത്തു പാട്ടി കൊടുക്കും റഹ്മാനെ. ഏഴാലായത്ത്. ഇനി എട്ടാമത്തെ ഒരാൾ
ആരെ? ആ ഉണ്ടാ. ആ ഒരു